നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. ദേവസ്വം ബോർഡ് പമ്പയിൽ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ പന്തളത്ത് ശബരിമല കർമ്മസമിതി സംഘടിപ്പിക്കുന്ന ശബരിമല സംരക്ഷണ സംഗമവും പുരോഗമിക്കുകയാണ്. അവിടെ നിന്നുള്ള വിവരങ്ങൾ വാർത്തകളിൽ നിറയുകയാണ്. BJP ഉൾപ്പെടെ വിവിധ സംഘ് പരിവാർ സംഘടനകളുടെ പ്രവർത്തകർ അവിടേക്ക് ഒഴുകിയെത്തി. പന്തളത്ത് എത്തിയ ആ വലിയ ജനക്കൂട്ടം എന്തിൻ്റെ സൂചനയാണ്? തന്ത്രി കണ്ഠരര് മോഹനർ 2 പരിപാടികളിലും പങ്കെടുത്തു. പമ്പയിൽ നടത്തിയ അയ്യപ്പ സംഗമത്തിന് ബദലല്ല ശബരിമല സംഗമം എന്ന് സ്വാഗത സംഘ ചെയർമാൻ വത്സൻ തില്ലങ്കേരി പറയുന്നു. വിശ്വാസികളുടെയും ആത്മീയാചാര്യന്മാരുടെയും സന്യാസി ശ്രേഷ്ഠന്മാരുടെയും ആവശ്യം പരിഗണിച്ചാണ് പന്തളത്ത് പരിപാടി നടത്തിയത്. ശബരിമലയുടെ വികസനവും സുരക്ഷയും സംബന്ധിച്ച നിർദ്ദേശങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കൈമാറുമെന്നും സംഘാടകർ പറയുന്നു. ഈ ഘട്ടത്തിൽ ഒരു ചോദ്യം പൊതുവേദി മുന്നോട്ട് വയ്ക്കുന്നു: വിശ്വാസികളുടെ വിശ്വാസം ആർക്കൊപ്പം? ന്യൂസ് 18 പൊതുവേദി ഈ വിഷയം ചർച്ച ചെയ്യുന്നു. പ്രേക്ഷകർക്കും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ദേവസ്വം ബോർഡ് പമ്പയിൽ സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം വലിയ തോതിൽ സംഘ് പരിവാർ സംഘടനകൾ വിമർശിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് പന്തളത്ത് ശബരിമല കർമ്മസമിതി ഇപ്പോൾ ഒരു പുതിയ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അയ്യപ്പ സംഗമം ശബരിമല സംരക്ഷണ സംഗമം അവിടെ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഇത് അതിന് ബദലല്ല എന്ന് പറയുമ്പോൾ കൂടിയും അത് സർക്കാരിനെതിരെയുള്ള ഒരു പ്രതികരണമായി തന്നെയാണ് വരുന്നത്. ഏതായാലും എന്നോടൊപ്പം ആദ്യം ശ്രീനിവാസൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ശ്രീനിവാസൻ, ഈ സംഗമത്തെ ശ്രീനിവാസൻ എങ്ങനെയാണ് ഇന്ന് പന്തളത്ത് നടക്കുന്ന സംഗമത്തെ നോക്കിക്കാണുന്നത്? ഇത് ഏതു തരത്തിലുള്ളൊരു പ്രതിഫലനം ഉണ്ടാക്കും എന്നാണ് കരുതുന്നത്? ഇത് ശരിയായിട്ടുള്ള ഒരു അയ്യപ്പ സംഘമാണ്. അതിന്റെ മറ്റൊരു സർക്കാരിന്റെ അയ്യപ്പ സംഘം എന്ന് പറഞ്ഞാൽ കപടമായിരുന്നു. രാഷ്ട്രീയ അതൊക്കെ രാഷ്ട്രീയ സ്റ്റണ്ടാണ്. വോട്ട് കിട്ടാൻ വേണ്ടി 4 വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള. അല്ലാതെ ശബരിമലയുടെ വികസനവും പുരോഗതിയും ലക്ഷ്യം വെച്ചല്ലേ സർക്കാർ അപ്പൊ സംഗമം നടത്തി? ഞാൻ ചോദിക്കട്ടെ എന്ത് വികസനം? 10 കൊല്ലമായിട്ട് ഇപ്പോഴാണോ ഓർമ്മ വന്നത് ഇങ്ങനൊരു വികസനം ശബരിമലയിൽ വേണമെന്നുള്ളത്? വോട്ടിന് വേണ്ടിയിട്ടുള്ള കള്ളക്കളികളല്ലേ ഇതൊക്കെ ചെയ്യുന്നത്? ആർക്കറിയാത്ത? അപ്പൊ ഈ പുതിയ സംഗമത്തിന് എന്ത് ദൗത്യം നിർവഹിക്കാനുണ്ട്? അവരിപ്പോ അവിടുന്ന് നിർദ്ദേശങ്ങളും ആശയങ്ങളും ഒക്കെ സ്വരൂപിക്കും. അത് കൊടുക്കേണ്ടത് ഈ സംസ്ഥാന സർക്കാരിന് തന്നെയല്ലേ? അതൊക്കെ കപടമാണ്. ഇന്നിപ്പോ ബേബി പറഞ്ഞല്ലോ, മാർക്സിസ്റ്റ് പാർട്ടിയിലത്തെ സെക്രട്ടറി പറഞ്ഞല്ലോ, പിണറായി വിജയന്റെ വെള്ളപ്പള്ളി പറഞ്ഞത് ഭയങ്കര ഭക്തനാണെന്നത്. ബേബി എന്താ പറഞ്ഞത്? അത് എനിക്കറിയാം. അത് വെള്ളപ്പള്ളി പറയണ്ട ഭക്തിയുടെ കാര്യം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? മുഖ്യമന്ത്രി അവിടെ ഗീതാ ശ്ലോകമൊക്കെയാണ് ഉദ്ധരിക്കുന്നത്. നേരത്തെ ഇതൊക്കെ ബ്രാഹ്മണ്യമാണ് എന്ന് വാദിച്ചിരുന്നതാണ് പലരും. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രി വേദിയിൽ വന്ന് പറയുന്നു അദ്വേഷ്ട സർവഭൂതാനാം മൈത്രം കരുണയേവം ച എന്നൊക്കെ. ഇവര് എന്തൊക്കെ ചെയ്താലും എന്ത് സംഗമം നടത്തിയാലും ഒരു രക്ഷയില്ല. അടുത്ത പ്രാവശ്യം ഇവര് ഇറങ്ങിപ്പോണ്ടി വരും. അതിൽ യാതൊരു സംശയം വേണ്ട. 35 സീറ്റോട് കൂടി ഇവര് തൃപ്തിപ്പെട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോണ്ടി വരും. ഈ സംഗമൊക്കെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ ഗൗതം എന്നോടൊപ്പം ചേരുന്നത് കാസർഗോഡ് നിന്നാണ്. ഗൗതം, ഈ ഭഗവത്ഗീതയിലെ വരികളൊക്കെ മുഖ്യമന്ത്രി ഉദ്ധരിച്ചത് വലിയ ചർച്ചയായി. നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി എന്നൊക്കെ മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അഹങ്കാരം വെടിഞ്ഞ് എല്ലാവരെയും തുല്യരായി കാണുന്ന ഭക്തനെക്കുറിച്ചൊക്കെ മുഖ്യമന്ത്രി പറയുന്നുണ്ട്. ഇതാണ് യഥാർത്ഥ ഭക്തിയെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ താനും ഒരു ഭക്തനാണെന്നാണോ മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചത്? അവരെ വിശ്വസിക്കാൻ, സർക്കാരിനെ ആ നിലയ്ക്ക് വിശ്വസിക്കാൻ ജനങ്ങൾ തയ്യാറാകുമോ? നമസ്കാരം. ഇത് തൊട്ടുമുന്തി വിളിച്ചൊരു ചേട്ടൻ പറയുന്നത് കേട്ടു, ഇത് അടുത്ത സർക്കാർ ഈ സർക്കാർ പോകുമെന്ന്. അത് അദ്ദേഹമാണോ തീരുമാനിക്കുന്നത്? അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാലോ, പോകുമെന്ന്. അഭിപ്രായം പറയാം, എന്തും പറയാമെന്നാണോ വിളിച്ചിട്ട്? എന്ത് അസംബന്ധവും പറയാമെന്നാണ്? പോയില്ല എന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? പോയില്ല. ഈ സർക്കാർ തുടരും. വിശ്വാസികളുടെ താല്പര്യത്തിന് തന്നെയാണ് സർക്കാർ പ്രാധാന്യം നൽകിയത്. പക്ഷേ ഈ വിഷയത്തിലേക്ക് വരാം നമുക്ക്.
BJP-യുടെ ഒരു സമ്മേളനമായി മാറ്റി ഇത് അവര്. ഓക്കെ, അപ്പോൾ ഇതൊരു BJP സമ്മേളനമായി ചുരുങ്ങിപ്പോയി എന്നാണ് താങ്കളുടെ അഭിപ്രായം. ഓക്കെ, അപ്പോൾ ഷിജു എന്നോടൊപ്പം ചേർന്നിട്ട് നമസ്കാരം മനു എന്ന് പറയുന്നുണ്ട്. ഫർഹാൻ എന്നോട് ഹലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഫർഹാൻ, അപ്പോൾ ഫർഹാൻ ഞാൻ BNN എവിടെയാണെന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഉണ്ട് ഫർഹാൻ. അപ്പോൾ ഫർഹാൻ്റെ പിന്നെ മെസ്സേജൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ശക്തിമാൻ എന്നോട് പറയുന്നത് ഇന്ന് നടക്കുന്ന അയ്യപ്പ സംഗമം ആണ്. മിനിഞ്ഞാന്ന് നടന്നത് മഹിഷി സംഗമമാണ്. മഹിഷാസുര മർദ്ദിനി ആണല്ലോ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഷിജു പറയുന്നത് 90% അംഗങ്ങളും ശാഖയിലെ അംഗങ്ങളാണ് അവിടെ പങ്കെടുത്തതെന്നാണ് പറയുന്നത്. ഏതായാലും രാധാകൃഷ്ണൻ വൈറ്റിലിയിൽ നിന്നാണ് എന്നോടൊപ്പം ചേരുന്നത്. ശ്രീ രാധാകൃഷ്ണൻ, നമസ്കാരം. നമസ്കാരം. അങ്ങ് ഏത് മേഖലയിലുള്ള ആളാണ്? ഞാൻ പൊതുപ്രവർത്തകനാണ്. പൊതുപ്രവർത്തകനാണ്. സംഘപ്രവർത്തകനോ മറ്റോ ആണോ? അല്ല 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 അല്ല. CPM പ്രവർത്തകനാണോ? UDF-ന്റെ കൂടെ. അപ്പോൾ UDF എന്താ പറയുന്നത്? ഇതിൽ വിശ്വാസികൾ ആരോടൊപ്പം നിൽക്കും? CPM-നൊപ്പം നിൽക്കുമോ, സർക്കാരിനൊപ്പം നിൽക്കുമോ, അതോ ഈ സംഘ പരിവാറിനൊപ്പം നിൽക്കുമോ? വിശ്വാസികൾ ഇപ്പൊ സർക്കാരിന്റെ തട്ടിപ്പ് അറിയാം. കാരണം സർക്കാർ കാണിക്കണം. ഒന്ന്, ജനങ്ങളെ അങ്ങനെ വിശ്വാസത്തിന്റെ പുറത്താണെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ ഒന്ന് ശബരിമലയിൽ പോട്ടെ, നോയമ്പൊക്കെടുത്ത് ഒന്ന് കെട്ടി പോട്ടെ. മുഖ്യമന്ത്രി എന്നാന്ന് ചോദിച്ചാൽ ഗുരുവായിരിക്കുന്ന പ്രതിഷ്ഠ എന്താന്ന് ചോദിച്ചതാണ്. അപ്പൊ ഇത്രയും ചോദിച്ചിട്ട് ഇത്രയും നാള് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് നമുക്കറിയാം, പാർട്ടിയില് വിശ്വാസികള് മെമ്പർഷിപ്പ് ഇല്ല എന്നുള്ള രീതിയിൽ. കാരണം ഉന്നത സ്ഥാനത്തിരിക്കരുത് അങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഇനിയിപ്പോ ഈ രണ്ടുപേരും ഒരു സംഗമം നടത്തിയ സ്ഥിതിക്ക് ഇനി കോൺഗ്രസ് UDF ഒരു സംഗമം നടത്തുവോ ശ്രീ രാധാകൃഷ്ണൻ? അല്ല, കോൺഗ്രസിന്റെ കൂടെ ഉണ്ടല്ല, ജനങ്ങളും വിശ്വാസികളും ഒക്കെ ഉണ്ട്. എല്ലാവരും പെട്ടതല്ലേ കോൺഗ്രസ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു ഇതില്ല. കാരണം ഇതിപ്പം കാണിക്കുന്ന വെച്ചാല് ഈ പേരും പറഞ്ഞിട്ട് ഇവര് വികസനവും ഇതും പറഞ്ഞു വന്നും ഒക്കെ ജനങ്ങൾക്കിട്ട് പണിയാണ്. കാരണം ഒരു കൊള്ളയടി തന്നെ നടക്കണം. കാരണം സാമ്പത്തികം കണ്ട് സാമ്പത്തികം കൊള്ളടിക്കാനുള്ള ഒരു പരിപാടിയിൽ ഇതിപ്പോ സംഘടിപ്പിച്ചു വന്ന് അത് പൊളിഞ്ഞു പോയി. ആളില്ല. കസേര നമ്മൾ കണ്ട എല്ലാ ചാനലിലും എടുത്ത് കാണിച്ച് വ്യക്തമാണ്. അപ്പോൾ താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ഷമീറ അവിടെ നിന്ന് എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. എന്താണ് എന്നോട് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായില്ല. കൃഷ്ണ ശശിധരൻ പറയുന്നത് ഇതൊക്കെ ലാസ്റ്റ് എന്താകും ആവോ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് എന്താകും നമുക്ക് നോക്കാം കൃഷ്ണ. ജയകുമാറുണ്ട് നമുക്കൊപ്പം, ശക്തിമാനെ പിന്തുണയ്ക്കുന്നുണ്ട് ജയകുമാർ. ശക്തിമാൻ വന്നല്ലോ. അപ്പോൾ ഷമീറ പറയുന്നു എവിടെയെന്ന് ചോദിക്കുന്നു. എവിടെ ഞാൻ ഇവിടെ ഉണ്ട്. ഓക്കെ, പീതാംബരൻ എന്നോടൊപ്പം ചേരുന്നത് പള്ളുരുത്തിയിൽ നിന്നാണ്. ശ്രീ പീതാംബരൻ കേൾക്കാമോ? കേൾക്കാം പറഞ്ഞു. ശ്രീ പീതാംബരൻ പൊതുവേദിയിലേക്ക് കുറേ നാളായി വിളിച്ചിട്ടേ ഇടയ്ക്ക് കിട്ടാത്ത ഞാൻ അതിനിടയ്ക്ക് ഒരു ഓപ്പറേഷനൊക്കെ അടിച്ചിരുന്നു പോയി. അതാണ്. ഓട്ടോറിക്ഷയിൽ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു എനിക്ക്. ഓപ്പറേഷൻ? അതെ. എന്തായി? ഓപ്പറേഷൻ സക്സസ് ആയോ? സക്സസ്. പിത്തസഞ്ചിയിൽ കല്ല് നിറഞ്ഞുപോയി. ഓഹോ, അത് ഞാൻ ശരിക്കൊണ്ട് ചെയ്താക്കന, അതുകൊണ്ടാണ് വിളിക്കാതിരുന്നത്. അപ്പൊ ആരോഗ്യമൊക്കെ വീണ്ടെടുത്തു അല്ലേ? നല്ല വിഷയമായതുകൊണ്ട് ഞാനൊന്ന് വിളിച്ചു നോക്കിയതാണ്. അത് ശരി. അപ്പൊ ആ സന്തോഷം, ആ വാർത്ത കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം. അപ്പൊ ഓപ്പറേഷനൊക്കെ ആകുമ്പോൾ നമ്മളെയൊക്കെ അറിയിക്കണം. നമുക്കൊക്കെ എന്താ പറ്റിയത്? എന്താ ഓപ്പറേഷൻ എന്ത് പറ്റിയെന്ന് പറഞ്ഞേ? മറ്റേ പിത്തസഞ്ചി ഉണ്ടല്ലോ, പിത്തസഞ്ചി, പിത്തസഞ്ചിയിൽ കല്ല് നിറഞ്ഞു പോയി. അതാണ് വേദനയായിരുന്നു. അയ്യോ, പിത്തസഞ്ചിയിൽ കല്ല് നിറഞ്ഞു പോയി. എന്നിട്ട് ഇപ്പൊ എല്ലാം ശരിയായല്ലോ? ശരിയായി. അപ്പൊ നമ്മൾ ഇന്നത്തെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ശ്രീ പീതാംബരൻ, ഇത് രണ്ട് തരത്തിലുള്ള പരിപാടികളാണ് നടക്കുന്നത്. ഒന്ന്, സർക്കാരിൻ്റെ വികസന താല്പര്യങ്ങൾ മുൻനിർത്തിയാണെന്ന് അവർ പറയുന്നു. മറ്റൊന്ന്, ശബരിമല സംരക്ഷിക്കാൻ ആണ് എന്ന് പറയുന്നു. അപ്പോൾ ഭക്തജന സംഗമമൊക്കെ വൈകുന്നേരം അല്പസമയത്തിനകം ചേരും. BJP അധ്യക്ഷൻ അണ്ണാമലൈ ഉദ്ഘാടനം ചെയ്യും. അപ്പോൾ അതിനൊക്കെയുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. അപ്പോൾ തേജസ്വി സൂര്യയുണ്ട്, രാജീവ് ചന്ദ്രശേഖറുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് അങ്ങ് ഇതിനെ കാണുന്നത്? അതെ, എനിക്ക് പറയാനുള്ളത്. ഹലോ, കേൾക്കാമോ? അതായത് ഇപ്പൊ അയ്യപ്പ സംഗമം നടത്തുന്നതുകൊണ്ട് ആര് നടത്തിയാലും ഒരു തെറ്റില്ല. കാരണം അയ്യപ്പൻ എന്ന് പറയുന്നത് ഒരു വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രതീകമാണ്. അത് അതിന്റെ ചരിത്രം അറിയാവുന്നവർക്ക് അറിയാൻ പാടുള്ളൂ. അത് ഇന്നിപ്പോ അവര് നടത്തുന്നു, RSS അല്ലെങ്കിൽ സംഘപരിവാർ നടത്തുന്നു. ഇന്നലെ LDF നടത്തുന്നു. നാളെ മുസ്ലിം ലീഗ് നടത്തട്ടെ. അത് അകത്തിക്കോട്ടെ, നല്ലതല്ലേ? ഇവിടെ എന്തെങ്കിലും വികസനം വേണമെന്നുണ്ടെങ്കിൽ കേരള സർക്കാരിന്റെ നേതൃത്വത്തിലേ നടക്കുകയുള്ളൂ.
അത് നല്ലൊരു തീർത്ഥാടന കേന്ദ്രമാക്കാൻ എല്ലാവരും പരിശ്രമിക്കുകയല്ലേ വേണ്ട. ശരി, അപ്പൊ അങ്ങ് പറഞ്ഞ വ്യക്തമാണ്. ഏതായാലും അങ്ങ് ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം. ഇപ്പൊ കുറച്ച് ദിവസത്തേക്ക് ഓപ്പറേഷൻ സക്സസ് ആണെങ്കിലും നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കുറച്ച് തീർച്ചയായിട്ടും ഞാൻ നല്ല വിഷയമായതുകൊണ്ട് വിളിക്കില്ലേ? ഓക്കെ. അല്ല, വിളിക്കാതിരിക്കരുത്. സംസാരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. 2 മിനിറ്റിന്റെ കാര്യമല്ലേ ഉള്ളൂ. പക്ഷെ ആരോഗ്യം പൊതുവേ ഞാൻ പറയുന്നത് പുറത്തിറങ്ങുമ്പോഴും ഒക്കെ ഒന്ന്. ഓക്കെ. അപ്പോൾ പ്രസന്നൻ എന്നോടൊപ്പം ചേരുന്ന മാളയിൽ നിന്ന്. ഓക്കെ, താങ്ക് യു. പ്രസന്നൻ, ശ്രീ പ്രസന്നൻ കേൾക്കാമോ? കേൾക്കാം സാർ. നമസ്കാരം. എനിക്ക് 2-3 നിർദ്ദേശം വളരെ പ്രധാനമായിട്ട് സാറിനെ അറിയിക്കാനുണ്ട്. അതായത് ഈ ഇന്നോവ കാറിൽ വരുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അതായത് കുറെ അധികം ആവശ്യമില്ലാത്ത ഇന്നോവ കാറുകളുണ്ട് ഈ പല മേഖലയിലും. അത്യാവശ്യത്തിന് 2 ആൾക്ക് സഞ്ചരിക്കാൻ ഇന്നോവ കാർ അത് പോട്ടെ. പക്ഷെ അവർക്ക് അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ, ഗസ്റ്റ് ഹൗസും ഒക്കെ ഉണ്ട്, പമ്പയിലുണ്ട്, അത്യാവശ്യം സന്നിധാനത്തുണ്ട്. ഈ പൊതുജനങ്ങൾ ഈ വരുന്നവർക്ക് ഞാൻ കഴിഞ്ഞ ദിവസം സാറിനോട് പറഞ്ഞു, പക്ഷെ അതത് മനസ്സിലാവണില്ല എന്തുകൊണ്ടോ. അതായത് ആവശ്യത്തിന് ടോയ്ലറ്റ് സൗകര്യമില്ല കൃത്യമായിട്ട് പമ്പയിൽ. ഒരെണ്ണം പോലും മര്യാദയ്ക്ക് ഡോറുള്ളതോ കുറ്റിയുള്ളതോ ഇല്ല. അത് മാത്രം ചെയ്താൽ ഒരു 50% പരിഹരിക്കാം എന്റെ ഒരു അഭിപ്രായത്തില്. അതായത് ഈ ജനങ്ങൾ ഇപ്പൊ അത്യാവശ്യത്തിന് ശബരിമലയ്ക്ക് പ്രാധാന്യം ഉണ്ടല്ലോ, പ്രാധാന്യം വളരെയധികം ഉണ്ട്. പ്രചരിപ്പിക്കേണ്ട ആവശ്യമില്ല. അവിടെ ഇപ്പൊ വരുന്നവരെ കയറ്റി വിടാനും ദർശനം നടത്താനും പറ്റാത്ത അത്ര പ്രശസ്തി ഇപ്പൊ തന്നെ നിലവിലുണ്ട്. മുമ്പ് ഇപ്പൊ മാസപൂജകളിൽ പോലും ഇപ്പൊ വന്നാൽ തിരക്കാണ്. കഴിഞ്ഞ മുമ്പത്തെ മാസം ഞാൻ പോയിരുന്നു, വലിയ തിരക്കായിരുന്നു. സീസണിലുള്ളതിൽ കൂടുതൽ തിരക്കുണ്ടായിരുന്നു. അപ്പൊ തിരക്ക് പിന്നെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. പിന്നെ ശബരിമലയിലെ മലയിലെ കയറ്റവും കുറയ്ക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് നിറയെ പ്രേക്ഷകരുള്ളത് കൊണ്ടാണ്. ഏതായാലും അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് ഒരു ദിവസം വിശദമായി ചർച്ച ചെയ്യാം. അപ്പോൾ എന്നോട് ഷമീര പറയുന്നു ഇജ്ജ് ഫേമസ് ആയി ആണോ? കൊള്ളാം. ഓക്കെ. ഗ്ലാഡിയേറ്റർ പറയുന്നു കുടുംബശ്രീ അംഗങ്ങൾ പങ്കെടുക്കാത്തതാണ് പമ്പയിൽ കസേര ഒഴിഞ്ഞു കിടന്നത്. സാധാരണ സർക്കാർ പരിപാടികളിലൊക്കെ ഈ കുടുംബശ്രീ അംഗങ്ങളെ കൊണ്ട് ഇരുത്തുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്നോടൊപ്പം അനിയൻകുട്ടനുണ്ട്. ശ്രീ അനിയൻകുട്ടൻ. നമസ്കാരം. അനിയൻകുട്ടൻ ഒത്തിരി വിളിച്ചിട്ടൊന്നും കിട്ടിയില്ല. അതെ, കുറേ എല്ലാ ദിവസവും നമുക്ക് ചിലപ്പോൾ കിട്ടില്ല. കുറേ മറ്റ് ചില ആളുകൾക്ക് അവസരം കുറച്ച് കൊടുക്കുക എന്നുള്ളതാണല്ലോ അല്ലേ? അനിയൻകുട്ടൻ എല്ലാത്തിലും അഭിപ്രായം പറയുന്ന ആളാണ്. അനിയൻകുട്ടൻ നമ്മുടെ പ്രധാനപ്പെട്ട ആളുമാണ്. അപ്പോൾ ഒരു ദിവസമൊക്കെ നമുക്ക് മറ്റാളുകൾക്കും കൂടി അവസരം കൊടുക്കാം അല്ലേ? പിന്നെ അങ്ങനെ വേണമല്ലോ. യെസ്, ഗുഡ്. പിന്നെ കിട്ടാത്തതിൽ വിഷമിക്കരുത്. ഇല്ല. ഒരു സംഗമം പമ്പയെ നടത്തി. നമുക്കൊന്ന് വേഗത്തിൽ നമുക്കിത് ആളുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. നടത്തി ഈ രണ്ട് കൂട്ടരും ഉണ്ടല്ലോ അവിടെ നശിപ്പിക്കുക. ഈ ഭക്തര ജനങ്ങളുടെ പേരും പറഞ്ഞ് നശിപ്പിക്കുക. ഈ 2 കൂട്ടരെ കൊണ്ട് അവിടെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഇപ്പൊ ഒരു സംഗമം നടത്തി. മുമ്പേ ഒരു ദർശകൻ പറഞ്ഞ പോലെ അവിടെ ടോയ്ലറ്റ് എല്ലാം പൊട്ടി ഒലിക്കുക റോഡിൽ കൂടെ. അപ്പൊ പോകുന്ന വരുന്നവരൊക്കെ നമ്മളറിയാം. ഞങ്ങളൊക്കെ അവിടെ പോയിട്ടുള്ളതല്ലേ. ഞാൻ ഈ പ്രാവശ്യം ഞാൻ പോകുന്നുണ്ട്. പൊട്ടി ഒലിക്കുകയാണ്. ഈ 7 കോടിയോ 10 കോടിയോ കൊണ്ട് മുടക്കിയെടുത്ത് ഒരു 2 കോടി രൂപ മുടക്കി ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സർക്കാരോടും പറഞ്ഞ് ചെയ്യാൻ വയ്യാതെയാണോ അവരവിടെ നശിപ്പിക്കുക, ദൂർത്തടിച്ച് കളയുക. യെസ്. അപ്പോൾ നമുക്കിന്ന് ധാരാളം ആളുകളുകൊണ്ടാണ് നമുക്കിത് കുറച്ചും കൂടി വിശദമായി പിന്നെ ഒരു ദിവസം കൂടുതൽ എടുക്കാം. അപ്പോൾ അരുന്ധതി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമസ്കാരം എന്നൊക്കെ പറയുന്നുണ്ട്, അയ്യപ്പ ശരണം എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ഒരു നമസ്തേ ചിഹ്നമൊക്കെ അയക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ കെ കൃഷ്ണൻകുട്ടി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ബാബരി മസ്ജിദിൽ അവിടുത്തെ അന്നത്തെ കലക്ടറുടെ ഒത്താശയോടെ രാമവിഗ്രഹം ഒളിപ്പിച്ച് കടത്തി വെച്ചപ്പോൾ അതെടുത്ത് ആറ്റിൽ കളയാൻ പറഞ്ഞ കോൺഗ്രസിലെ നെഹ്റു, ആ നെഹ്റുവിനോട് കോൺഗ്രസ്സിന് വിരോധമില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഉണ്ണികൃഷ്ണൻ, നമുക്കിന്ന് നിറയെ ആളുകൾ ഉള്ളതുകൊണ്ടാണ് നമ്മളല്ലെങ്കിൽ വളരെ വിശദമായി സംസാരിക്കുന്നതാണ്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അങ്ങേക്ക് എന്ത് തോന്നുന്നു? സ്വാമി ശരണം. എനിക്ക് പിന്നെ പ്രത്യേകിച്ച് കൂടുതലായിട്ട് ഇതിന് പറയാനുള്ളത്, ഞാൻ ഇതുവരെ പറയാത്തൊരു സത്യമാണ് പറയാൻ പോകുന്നത്. ഞാനൊരു കറകളഞ്ഞൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. സത്യമാണ്. ഞാൻ ജനിച്ച കാലം മുതലേ അങ്ങനെ എനിക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. പക്ഷേ എന്റെ മനസ്സ് വേദനിപ്പിച്ചതുകൊണ്ട് ഈ കണ്ട പെണ്ണുങ്ങളെ ആ പവിത്രമായ ശബരിമലയിൽ എന്ന് കയറ്റിയോ അന്ന് മുതൽ എന്റെ മനസ്സ് വേദനിച്ച് ഞാൻ ഈ പാർട്ടിയായിട്ട് ഒരു ബന്ധമില്ലാതെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്നലെ സത്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അതല്ലേ ആദ്യമേ പറഞ്ഞ ഞാൻ ഒരു സത്യവന്തായ ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞത്. അതാണ് എന്റെ അവസ്ഥ. കാര്യം ഇപ്പോഴും ആ പാർട്ടി എന്ന് കാണുമ്പോഴും എനിക്കത് ആ പാർട്ടിക്കാരെ കാണുമ്പോഴും എനിക്ക് ആ ബഹുമാന കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്നാലും ഈ മുറിവ് എന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ഒന്ന്
രണ്ടാമത്തെ കാര്യം, ഇന്നലെ നടത്തിയതെന്ന് പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയ സംഗമമായിരുന്നു. യഥാർത്ഥ സംഗമമാണ് ഇപ്പൊ നടക്കുന്നത്. അതായത് ഭക്തരായിട്ടുള്ള ആൾക്കാരുടെ സംഗമമാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് അങ്ങയുടെ ഇതൊക്കെ വ്യക്തമാണ്. അപ്പോൾ അങ്ങക്ക് ഉണ്ടായ മനോവിഷമമൊക്കെ വ്യക്തമായി. അപ്പോൾ തോമസ് കൂടി എന്നോടൊപ്പം ഇടുക്കിയിൽ നിന്ന് ചേർന്നിട്ടുണ്ട്. ശ്രീ തോമസ്, ശ്രീ തോമസ് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഇടുക്കിയിൽ നിന്ന്. നമ്മൾ നേരത്തെ സംസാരിച്ചാണ്, പക്ഷേ എനിക്ക് ആ സ്ഥലം മറന്നുപോയി. അടിമാലി. അതാണ്. എന്താണ് തോമസ് അടിമാലിയിലെ ആളുകളൊക്കെ പറയുന്നത്? നമ്മുടെ ഈ അയ്യപ്പ സംഗമത്തെ സംബന്ധിച്ച് ആളുകൾ ആരെയാണ് വിശ്വാസത്തിലെടുക്കുന്നത് കൂടുതലും? സാറേ, വളരെ കഷ്ടമുണ്ട്. കാരണം നമ്മളെ ഒരു വികസനത്തിന് വേണ്ടി ഇത് സംഘടിപ്പിച്ചെങ്കിൽ നമുക്ക് അതിൽ അഭിമാനിക്കായിരുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി കണ്ടില്ലേ, വർഗീയ വിഷം തുപ്പിക്കൊണ്ട് കിടക്കുന്ന ആളിനെ ഒക്കത്ത് വെച്ചുകൊണ്ടാണ് അവിടെ ഒന്നായിട്ട് നമ്മൾ കണ്ടത്. എന്താ ഇത് ഈ പാർട്ടിയില് ഈ സംഘപരിവാറിന് വേണ്ടി കൂടുതൽ ചൂടുന്ന ഒരു സ്വഭാവമാണ്. എങ്ങനെയെങ്കിലും ഒരു വർഷവും കൂടെ അധികാരത്തിൽ വന്നു എന്നുള്ളൊരൊറ്റ തീരുമാനം ഇവർക്ക് ഉള്ളൂ. അതിനുവേണ്ടി ഈ ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പോൾ വ്യക്തമാണ്. പിന്നെ കമാൻഡർ മാത്യു അങ്ങ് തിരിച്ചു പോയോ ബോംബെയിലേക്ക്? ഇല്ല, ഞാൻ ഇന്ന് ആക്ച്വലി പന്തളത്ത് പോയി പരിപാടി ഒന്ന് കാണാൻ. ആഹാ, ഓഹോ, കൊള്ളാം. അപ്പൊ നമുക്ക് അവിടെ നിന്ന് ഒരു തത്സമയ വിവരണം കിട്ടുന്നുണ്ടാവും. അടൂരിന്ന് 10 കിലോമീറ്റർ ഉള്ളു പന്തളമേ. ഞാൻ സത്യത്തിൽ ഞാൻ പോയതെന്ന് വെച്ചാൽ ഈ ഹിന്ദുക്കളുടെ പരിപാടിക്ക് ഒരു വലിയ ഗുണമുണ്ട്. കുറച്ച് നല്ല നാമജപങ്ങൾ നമുക്ക് കേൾക്കാം, നല്ല പാട്ട് കേൾക്കാം. അപ്പൊ പ്രത്യേകിച്ച് ഇന്ന് അവന്റെ അകത്തുള്ള ഈ ഇവരെന്താ എനിക്ക് ഭാഷ പറയാറുണ്ട്, പക്ഷെ നാമജപം എന്ന് പറഞ്ഞ നല്ല കുറച്ച് പാട്ടുകള് ഗാനമേള പോലെ അവിടെ ഉണ്ടായിരുന്നു. ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം അവിടെ കിട്ടിയെന്നാ പറയുന്നത്. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം. കലിയുഗ വരദിനെ അയ്യപ്പ സ്വാമിയെ ശർമ്മ അയ്യപ്പ എന്നൊക്കെ ഒരു പാട്ടുണ്ടായിരുന്നു. അയ്യപ്പ ഭക്തനാണല്ലേ? അതെ, ഞാൻ ഒരു അയ്യപ്പ ഭക്തനാണ്. ശബരിമല വല്ലപ്പോഴൊക്കെ പോകുന്ന ഒരു മനുഷ്യനെ ക്രിസ്ത്യാനികൾ കേൾക്കാതെ. ദൈവത്തിന് എന്ത് മതം ജാതി ഒന്നും ഇല്ലല്ലോ, അവിടെ എല്ലാവരും തുല്യരല്ലേ. അതെ. അപ്പൊ ഞാൻ ഇന്ന് ഈ പ്രോഗ്രാമിന് പോയപ്പോ എനിക്ക് ഒരു കാര്യം മനസ്സിലായത്, ഈ സംഭവം ശരിക്കും അവർ ഇന്നലത്തെ നമ്മുടെ LDFന്റെ അയ്യപ്പ സംഗമത്തിനെതിരായിട്ട് മാത്രം നടത്തിയ ഒരു സംഗമം, അല്ലാതെ ഈ പ്രത്യേകിച്ച് മറ്റുള്ള സംഘടനകളുമായിട്ടോ അല്ലെങ്കിൽ ഒരു ഹിന്ദു ഐക്യവേദി ഒന്നുമായിട്ട് എനിക്ക് അവിടെ തോന്നുന്നില്ല. കാര്യം അവരവിടെ ഇന്ന് നോക്കിയപ്പോൾ ഈറോഡിൽ നിന്നും വെല്ലൂരിൽ നിന്നും ഒക്കെ കുറച്ച് പ്രവർത്തകർ അവിടെ വന്നിട്ടുള്ളതെന്ന് കവിഞ്ഞാല് ഈ പറയുന്നതായ വലിയ ക്വാളിറ്റിയുള്ള ഐറ്റംസ് ഒന്നും അവിടെ വന്നിട്ടില്ല. പിന്നെ BJPയുടെ ദേശീയ പ്രസിഡന്റ് അവിടെ ഉണ്ട്. ഒഫ്കോഴ്സ് BJPയുടെ ഒരു പ്രോഗ്രാം ആയപ്പോൾ BJPയുടെ ദേശീയ പ്രസിഡന്റ് ഉള്ളത് കവിഞ്ഞാൽ അവർ ഈ ശബരിമല സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ വന്നിട്ടില്ല. കാര്യം പുരാതനമായിട്ട് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ 10-50 വർഷമായിട്ട് ഞങ്ങൾക്കറിയാം ശബരിമലയെ സംബന്ധിച്ച്. ശബരിമലയിലെ ഈ തിരുവാഭരണം കൊണ്ടുപോവുകയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങളൊക്കെ അവിടെ പോകുന്നവരാ, ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ്. പഴയ ശബരിമലയും പുതിയ ശബരിമലയും പഴയ പന്തളമൊക്കെ ഞങ്ങൾക്കറിയാം. ഇന്ന് വരെ പന്തളം ബസ് സ്റ്റാൻഡ് ഒന്ന് വൃത്തിയാക്കിയവരെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? എന്തുമാത്രം തീർത്ഥയാത്രക്കാർ അവിടെ വരുന്നവരാണ്. തീർത്ഥാടനത്തിന് ഈ ലോകത്തിന്റെ ഏതൊക്കെ ഭാഗത്തുനിന്ന് പന്തളത്ത് ആൾക്കാർ വരുന്നുണ്ട്. അവർക്ക് മാന്യമായിട്ടൊന്ന് കക്കൂസി പോകാൻ അവിടെ സൗകര്യമുണ്ടോ? കമാൻഡർ മാത്യുവിന്റെ ഈ ഇതൊക്കെ അവിടുത്തെ പന്തളം നഗരസഭയും അല്ലേ ഒക്കെ കേൾക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏതായാലും ഇന്ന് നമുക്ക് ഇനിയൊരു ദിവസം കുറച്ചുകൂടെ വിശദമായി സംസാരിക്കാം. ഇന്നിപ്പോൾ സമയക്കുറവുകൊണ്ടാണ്. ഏതായാലും അങ്ങ് ഉദ്ദേശിച്ച കാര്യങ്ങൾ വ്യക്തമാണ്. മൊയ്തീൻ കുഞ്ഞ് കായംകുളത്തുനിന്ന് ചേരുകയാണ്. ശ്രീ മൊയ്തീൻ കുഞ്ഞ് അയ്യപ്പ ഭക്തനെ മറ്റാണോ? നമസ്കാരം. അയ്യപ്പ ഭക്തനാണോ? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു മതത്തെയും ഇതിനുള്ള കൂട്ടത്തിലല്ലേ. ഞാൻ എല്ലാ മതത്തെയും വിശ്വസിക്കുന്ന കൂട്ടത്തില്ല. ഞാൻ ഇന്ന് 9 മണിക്ക് ശേഷം ഇതേവരെ ന്യൂസ് കാണാൻ പറ്റിയിട്ടില്ല. കറണ്ടില്ല. 6 മണി കഴിഞ്ഞാൽ കിട്ടത്തുള്ളൂ. അപ്പൊ ഇന്നത്തെ വിഷയം എന്തുവാണെന്ന് പോലും അറിയാം. അപ്പൊ നമുക്ക് നോക്കാം. ഞാൻ ഇത് നമുക്ക് നിറയെ പ്രേക്ഷകർ കാത്തു നിൽക്കുന്നുണ്ട്. അങ്ങൊന്ന് അത് ശ്രദ്ധിച്ച് യൂട്യൂബിലോ മറ്റോ ഒന്ന് നോക്കണം. ബാലകൃഷ്ണൻ എന്നോടൊപ്പം ചേരുന്നു വടകരയിൽ നിന്നാണ്. ശ്രീ ബാലകൃഷ്ണൻ സാർ നമസ്കാരം. സാറിന്റെ ചോദ്യം തന്നെ വിശ്വാസികള് ആരെയാണ് വിശ്വാസം? വിശ്വാസികൾക്ക് ആരെ വിശ്വാസം? ആരെ വിശ്വാസികൾക്ക് വിശ്വാസം സാക്ഷാൽ അയ്യപ്പനെ. അത് കഴിഞ്ഞാൽ മറ്റൊരു വിശ്വാസിയെ. വിശ്വാസം ഇല്ലാത്തവരെ ആര് നമ്പാനാണ് സാർ? അല്ല, ഈ അയ്യപ്പനെ വിശ്വസിക്കുന്ന വിശ്വാസികൾ വരെയാണല്ലോ നമ്മൾ വിശ്വാസികൾ എന്ന് വിളിക്കുന്നത്. അവർക്ക് ഈ സർക്കാരിനെയാണോ വിശ്വാസം, അതോ പന്തളത്ത് ചേരുന്ന ഈ സംരക്ഷണ സമിതി നടത്തുന്ന ഈ സംഗമത്തെയാണോ വിശ്വാസം? ശ്രീ ബാലകൃഷ്ണൻ വടകരയ്ക്ക് പന്തളത്ത് നടക്കുന്ന അയ്യപ്പ സംഗമത്തിൽ കനത്ത വിശ്വാസം ഉണ്ടാവും എന്ന കാര്യം എനിക്ക് സംശയമില്ല. അങ്ങനെ എനിക്കറിയാം. സാക്ഷാൽ പരബ്രഹ്മമായ അയ്യപ്പനെ പറയാൻ സർക്കാർ ആര്?
വിശ്വാസികൾക്ക് അയ്യപ്പനാണ് വലുത്, സർവ്വതിലും വലുത് അയ്യപ്പൻ. അല്ല, നമ്മുടെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഉത്തരവാദിത്വം, അവിടെ കാര്യങ്ങൾ ചെയ്യാനുള്ള വലിയ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനാണല്ലോ. അത് സർക്കാരിൻ്റെ ഒരു കൈയല്ലേ. അതിനാര് പ്രസക്തി കൊടുക്കുന്നു? വിശ്വാസികൾക്ക് പിന്നെ അവിടെ ചെല്ലുമ്പോൾ അതിന് വേണ്ട സഹായം ആര് ചെയ്യും? വിശ്വാസികൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയും? അതൊരു സർക്കാർ സംവിധാനം ചെയ്തു കൊടുക്കണ്ട. അങ്ങ് എന്താണ് ഈ പറയുന്നത് എനിക്ക് മനസ്സിലാവും. ഒരു സംവിധാനം അവിടെ ഒരു ടോയ്ലറ്റ് പണിയണം, അല്ലെങ്കിൽ ഒരു ഇത് പണിയണം, ആര് ചെയ്യണം? അതൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ കൃത്യമായിട്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് അവിടെ ചെയ്തിട്ടുള്ള ഒരു ടോയ്ലറ്റ് എങ്കിലും അവിടെ ഉണ്ടല്ലോ, അത് ആര് പണിതതായിരിക്കും? അത് സർക്കാർ, അത് ഔദാര്യമാണോ? അല്ല, ഔദാര്യമാണെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ സർക്കാർ അല്ലേ പണിയേണ്ടത്. പിന്നെ അവരെ നമുക്ക് അല്ലാതെ പിന്നെ ഏതാ മാർഗം? അത് പൊതുവെ അതെല്ലാ സ്റ്റേറ്റിലും അങ്ങനെയല്ലേ? അതേന്നെ, അതാ ഞാൻ പറയുന്നത്. അത് സർക്കാർ സർക്കാരും തമ്മിൽ എന്ത് ബന്ധം സാർ? പിന്നെ അയ്യപ്പനും സർക്കാരും തമ്മിൽ ബന്ധം ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നത് സർക്കാരിനല്ലേ? വികസന പ്രവർത്തനങ്ങൾ അത് സ്വാഭാവികമല്ലേ സാർ? അപ്പൊ ഇപ്പൊ എന്താ സ്വാഭാവികമായ വികസനം? അങ്ങ് എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? സർക്കാരിന് ബന്ധമില്ല, സ്വാഭാവികമാണ് എന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് സർക്കാരിന് അയ്യപ്പനുമായി പ്രത്യേകിച്ച് ബന്ധമല്ല. അയ്യപ്പനെയാണ് വിശ്വാസം. വിശ്വാസമില്ലാത്തവരെ വിശ്വസിക്കത്തില്ല. കാരണം അവർക്ക് എന്ത് ചെയ്തിയും നെറികേട് ചെയ്യാം. ദൈവം ഞാൻ ചോദിക്കുന്നത് അല്ല, അങ്ങനെയല്ല. അങ്ങ് എന്താ അങ്ങ് പറയുന്നതെന്ന് അങ്ങക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ല. വിശ്വാസം അല്ല, ഇത് അങ്ങ് ഒരു കാര്യം ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ വിശ്വാസം ഉള്ളവരുണ്ട്, വിശ്വാസം ഇല്ലാത്തവരുണ്ട്, വേറെ മതങ്ങളിൽ വിശ്വസിക്കുന്നവരുണ്ട്, അതാത് മതങ്ങൾ ഒക്കെ ഉണ്ട്. പക്ഷേ സർക്കാർ എല്ലാവരുടേതുമാണ് അല്ലേ? നമ്മളെല്ലാവരും കൂടി തിരഞ്ഞെടുക്കുന്നതാണ് സർക്കാർ. അങ്ങനെയായിട്ട് വേറൊരു മുഖ്യമന്ത്രി ഉണ്ടോ കേരളത്തിൽ? ഇല്ലല്ലോ. അങ്ങനെയല്ലല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടോ? അപ്പൊ അതല്ല, ഞാൻ മുഖ്യമന്ത്രി പറയുന്നതല്ല സർക്കാരിന്റെ സേവനങ്ങൾ ഉപയോഗിക്കില്ല, സർക്കാർ ഇതുമായിട്ട് എന്ത് ബന്ധം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അയ്യപ്പനെ കാണാനായി പോകുമ്പോൾ ഒരു KSRTC ബസ്സിൽ നിൽക്കുന്ന ഇതൊന്ന് കേൾക്ക്. ഈ ഇത്രയും ക്ഷുഭിതനാകുന്നു. നമ്മളൊരു KSRTC ബസ്സിൽ കയറുന്നു, അല്ലെങ്കിൽ ഒരു തീവണ്ടിയിൽ കയറുന്നു. ആ തീവണ്ടി കേന്ദ്ര സർക്കാർ നടത്തുന്നതല്ലേ? ഇത് KSRTC ആണെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെയും കൂടി ഇതല്ലേ? അപ്പോൾ അതൊന്നും ആർക്കും ബന്ധമില്ലെന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? നമുക്ക് സുഗമമായി തീർത്ഥാടനം നടത്തണമെങ്കിൽ അവിടെ അതിനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് സർക്കാർ തന്നെയല്ലേ? ആ സർക്കാരിനെ ഈ വിശ്വാസികൾക്ക് വിശ്വാസമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതിന് അങ്ങനെയൊക്കെ എന്താ മറുപടി? വിശ്വാസികൾക്ക് വിശ്വാസമില്ല. ഇല്ല. ശരി, അതാണ് ഞാൻ ചോദിച്ചത്. വിശ്വാസികൾക്ക് വിശ്വാസം അയ്യപ്പന്, അത് കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു വിശ്വാസിയെ. അല്ലാതെ ഈ വിശ്വാസമില്ലാത്തവർക്ക് അയ്യപ്പൻ അല്ലെങ്കിൽ ദൈവം എന്നൊരു വിശ്വാസമില്ലാത്തവർക്ക് എന്ത് നെറികേടും ചെയ്യാൻ അവർക്ക് ആരെയും ഭയപ്പെടേണ്ടതില്ല. അപ്പൊ ഈ മുഖ്യമന്ത്രി അവിടെ യോഗത്തിന് വന്ന് സന്തുഷ്ടാഹ സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയ എന്നൊക്കെ പറഞ്ഞ് ഭഗവത്ഗീതയിലെ ശ്ലോകം ചൊല്ലിയല്ലോ. മയ്യർപ്പിത മനോബുദ്ധിറിയോ മത് ഭക്ത സമയപ്രിയ എന്നൊക്കെ ചൊല്ലിയല്ലോ. അപ്പൊ അത് കേട്ടപ്പോ എന്ത് തോന്നി? എന്ത് തോന്നാൻ? വിശ്വാസികൾക്ക് അറിയാം സാർ, എവർക്കൊക്കെ വിശ്വാസികളുടെ സ്ഥാനം വളരെ അകലെയാണ് സാർ. അതിനെന്ത് സംശയം സാർ? സാറിന്റെ ചാനലിൽ എന്താ സംശയം ഉണ്ടെങ്കിൽ സാറിന് അവിടെ പോയില്ലേ? എന്റെ ചാനലിന് ഒരു സംശയവും ഏത് കാര്യത്തിലുമില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ സംശയ നിവാരണത്തിനൊക്കെ ഉള്ള വലിയ സംവിധാനങ്ങളുണ്ട്. എനിക്കെന്ത് സംശയം ഉണ്ടാകാനാണ്? അല്ല, പന്തളത്ത് ഇന്ന് സാറിന്റെ ചാനൽ ഒന്ന് കണ്ടുവെച്ചാൽ അങ്ങോട്ട് ഞങ്ങളുടെ ചാനലിൽ അവിടെ പ്രതിനിധികൾ പോയിട്ടുണ്ട്. അവര് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിവരം അറിയും അവിടെ തന്നെ വിവരം അറിയാം. നിറഞ്ഞു കവിഞ്ഞിരിക്കും. അവിടെ ആളുകൾ പോയിട്ടുണ്ടെന്നേ അവർ റിപ്പോർട്ട് ഞങ്ങൾ കൊടുക്കുന്നില്ലേ? ഇതെന്താ നിങ്ങൾ കേട്ടാൽ തോന്നും ഞങ്ങൾ ആരും അവിടെ ഒന്നും പോകുന്നില്ല, ഇതെന്തോ നിങ്ങൾക്ക് മാത്രം അറിയുന്ന ഒരു കാര്യമാണെന്ന്. വിശ്വാസമില്ലാത്ത ഒരു സർക്കാരാണ് ഭരിക്കുന്നതിനോളം കാലം വിശ്വാസവും സർക്കാരും ഒരു ബന്ധവുമില്ല. സർക്കാർ ഞാൻ അങ്ങയോട് ഇനിയും അങ്ങയ്ക്ക് ഒരു തവണ മനസ്സിലായി എങ്കിലും ഒന്നും കൂടി പറയാണ്. ഒരു നാട്ടിൽ വിശ്വാസമുള്ള ആളുകളുണ്ടാകും, ഹിന്ദുമത വിശ്വാസികളുണ്ടാകും, എല്ലാ മതത്തിലും ഒരേപോലെ വിശ്വാസമുള്ള ആളുകളുണ്ടാകും, സ്വന്തം മതത്തിനെ കുറേ കൂടി പ്രാധാന്യത്തോടെ കാണുന്നവരുണ്ടാകും, ഹിന്ദു മതത്തിൽ തന്നെ വലിയ അയ്യപ്പ ഭക്തന്മാരായിട്ടുള്ള ആളുകളുണ്ടാകും, ചിലർ ശ്രീകൃഷ്ണ ഭക്തന്മാരായിരിക്കും, എങ്കിലും അവർ അയ്യപ്പനെയും അതേപോലെ ആദരിക്കുന്നവരായിരിക്കാം, ചിലർക്ക് കൂടുതൽ ഭക്തി ശ്രീരാമനോടോ ഹനുമാനോടോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ പലതരം ഭക്തിയുള്ള ആളുകളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ലക്ഷ്യം ഏതാണ്ട് ഒന്നാണ് എന്ന് നമ്മൾ പറയുന്നു. പക്ഷേ സർക്കാർ ഇവരുടെ എല്ലാമാണ്, ഇവരെല്ലാം കൂടി തിരഞ്ഞെടുക്കുന്നതാണ് സർക്കാർ, അല്ലാതെ സർക്കാർ വേറെ എവിടെ എന്തെങ്കിലും വരുന്ന ഒരാളല്ല. അപ്പൊ അങ്ങൊരു വിശ്വാസിയാണല്ലോ, അങ്ങയൊക്കെ അയ്യപ്പ അല്ല ഒരു മിനിറ്റ് ഇത് കേൾക്ക്, ഇത് അങ്ങ് ഇതൊന്നും ഒരു മിനിറ്റ് കേൾക്ക്. ഞാൻ ചോദിക്കുന്നത് അയ്യപ്പ സന്നിധാനത്ത് ഒരു വികസനം വേണമെങ്കിൽ നമ്മൾ ആശ്രയിക്കേണ്ടത് ആരെയാണ്? ഞാൻ ചോദിക്കുന്നത് വളരെ സിമ്പിൾ ചോദ്യമാണ്. സന്നിധാനത്തേക്ക് ഒരു ഭക്തന് പോകാനുള്ള എളുപ്പ മാർഗം ഉണ്ടാക്കി തരേണ്ട ഉത്തരവാദിത്വം ആരുടേതാണ്? അത് സർക്കാരിൻ്റെതാണ്. പിന്നെ സർക്കാർ ഇല്ലാതെ അപ്പം പിന്നെ നടക്കൂ? അത് ഞാൻ ചോദിക്കുന്നത് വിശ്വാസി അല്ലാത്ത ഒരാളാണ് മുഖ്യമന്ത്രി എന്ന് തന്നെ ധരിക്കൂ. ഈ സർക്കാർ ഇത് ചെയ്യണ്ടേ?
സാർ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കാമോ? അല്ല, അങ്ങ് പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. വിശ്വാസി എന്ന് പറയുന്നത് ഈ കേരളത്തിന് പുറത്തുള്ള ഒരാളല്ലല്ലോ, കേരളത്തിലെ ഒരു പൗരനല്ലേ. കേരളത്തിലെ പൗരന്മാരാണല്ലോ വിശ്വാസികൾ. നമ്മൾ ഈ കേരളത്തിൽ എടുത്താൽ തന്നെ വിശ്വാസികളല്ലാത്തവർ വളരെ ഒരു ചെറിയൊരു മാർജിനേ ഉള്ളൂ. ഈ വിശ്വാസികളെല്ലാം കൂടി തേർന്നെടുത്തൊരു സർക്കാരല്ലേ ഇവിടെ ഇരിക്കുന്നത്. അതിപ്പോൾ ഈ സർക്കാരാവും, ചിലപ്പോൾ UDF സർക്കാരാവും, നാളെ വേറൊരു സർക്കാരാവും. സർക്കാർ, ഞാൻ പറയുന്നത് സർക്കാർ എല്ലാവരും കൂടി തിരഞ്ഞെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ CPM-നെ പറയാം, അത് വേറെ കാര്യം. സർക്കാർ നമ്മുടെയൊക്കെ മുഖ്യമന്ത്രി, പ്രധാനമന്ത്രിയൊക്കെ നമുക്കൊക്കെ ഒറ്റ ആളേ ഉള്ളൂ. അത് എൻ്റെ പ്രധാനമന്ത്രി വേറെ, നിങ്ങളുടെ പ്രധാനമന്ത്രി വേറെ എന്ന് പറയാൻ പറ്റും. വിശ്വാസികൾക്ക് ഒരു പ്രധാനമന്ത്രി, വിശ്വാസം ഇല്ലാത്തവർക്ക് വേറെ പ്രധാനമന്ത്രി ഉണ്ടാവും. അതൊക്കെ ഞാൻ സമ്മതിച്ചു. അതൊക്കെ അങ്ങേക്ക് ആരോപണമൊക്കെ ഉന്നയിക്കാം, അതൊക്കെ ആരോപണമൊക്കെ അങ്ങേക്ക് ഉന്നയിക്കാം. ശരി. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അല്ല, അങ്ങ് ഒന്നും ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ സർക്കാരിനൊരു ഉത്തരവാദിത്തമില്ല. ഇപ്പൊ അവര് മാറി എന്ന് ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത്. വിശ്വാസികളുടെ ഒപ്പം കൂട്ടിക്കെട്ടണം. ഏതാ വിശ്വാസികളുടെ രംഗത്ത് എല്ലാം ചെയ്ത സർക്കാരിനെ വിശ്വാസിനെ ഒപ്പരം കൂട്ടിക്കെട്ടണമെന്നാ സാർ പറയുന്നത്. കൂട്ടിക്കെട്ടണ്ടെന്നാണ് അങ്ങ് പറയുന്നത്. സർക്കാർ മാറിയോന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവരുടെ കാഴ്ചപ്പാട് മാറിയോ? സർക്കാർ മാറും സാർ. ശരി, മാറുമെന്നാണ്. വിശ്വാസത്തോട് കളിക്കണ്ട. ബാക്കിയെല്ലാം പറയാം, വർഗീയത പറയാം, മറ്റെല്ലാം പറയാം. പക്ഷെ വിശ്വാസികളോട് കളിക്കണ്ട. വിശ്വാസികളെ തൊട്ടാൽ എല്ലാ വിശ്വാസികളും ഒന്നായിരിക്കും. അതൊക്കെ ഞാൻ വിശ്വസിക്കുന്നവർ. അത് ഞാൻ ചോദിക്കുന്നത്, ഈ സർക്കാർ ഈ വിശ്വാസികളുടെ പക്ഷത്തേക്ക് ഇപ്പൊ വന്നോന്നാണ് ചോദിക്കുന്നത്. അതാണ് സർക്കാരിനെ ഇപ്പോൾ വിശ്വാസികൾക്ക് വിശ്വാസമായി തുടങ്ങിയോ? ഇപ്പോൾ ഒരു സംഗമം നടത്തി ഇതിന്റെ പുരോഗതിയെ കുറിച്ച് ചർച്ച ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ അവർക്ക് വിശ്വാസമായോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ദൈവങ്ങളെയാണ് വിശ്വാസം, വിശ്വാസമില്ല. അപ്പൊ വിശ്വാസികൾ ഒരു സർക്കാരിനെയും വിശ്വസിക്കുന്നില്ല. ഉത്തർപ്രദേശിലെ വിശ്വാസികൾക്കോ? ശരി ശരി, ഞാൻ സമ്മതിച്ചു. അല്ല, അങ്ങയോട് ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഉത്തർപ്രദേശിലെ വിശ്വാസികൾക്കോ സർക്കാരിനെ വിശ്വാസമില്ല? ദൈവത്തെ വിശ്വാസമില്ല ഉത്തർപ്രദേശിലെ വിശ്വാസികൾക്ക്? എന്തെങ്കിലുമൊക്കെ പറയും. അത് അങ്ങ് തന്നെ ഇതിലൊരു ക്ലാരിറ്റി വരുത്തണം, അത്രേ ഉള്ളൂ. ശരി. ഇതയം മുരളി എന്നോടൊപ്പം ചേരുന്നത് കൊല്ലത്ത് നിന്നാണ്. ശ്രീ ഇതയം മുരളി, നമസ്കാരം. കുറെ ആയല്ലോ നമ്മൾ സംസാരിച്ചിട്ടല്ലേ? ഞാന് മെനഞ്ഞാന്ന് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഉണ്ടായില്ല അല്ലേ? അന്ന് സാർ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാനില്ലാത്ത ദിവസം നോക്കിയാണോ ശ്രീ ഇതയം മുരളി വരുന്നത്? അല്ലല്ല, ഞാന് ഈ തമാശ പറഞ്ഞേ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളായതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിച്ചു, തമാശയായിട്ട് ചോദിച്ചതേ ഉള്ളൂ കേട്ടോ. മാത്രമല്ല, അങ്ങയുടെ നാഷണൽ ജനതാ ദളിനെയൊക്കെ ഞാൻ വളരെ ഗൗരവത്തോടെ ഉറ്റുനോക്കട്ടെ. ഞങ്ങളുടെ പാലക്കാടുകാരനാണല്ലോ അതിന്റെ നേതാവ്. അതെ അതെ, അത് നാഷണൽ ജനതാദൾ കേരളത്തിലെ ശക്തമായി സമരരംഗത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പൊ ഈ ശബരിമല ഇതിൽ നാഷണൽ ജനതാദളിന്റെ നിലപാടെന്താ? ശരി, സ്വാമി ശരണം, സ്വാമി ശരണമയ്യപ്പ. അങ്ങും ശബരിമല ഭക്തനാണ്. അതെ അതെ, ഞാൻ ശബരിമല അയ്യപ്പനെ അടുത്ത് വിശ്വസിക്കുന്ന ആളാണ്. മാത്രമല്ല, ഞാൻ അവിടെ 2001, 2003 ഈ വനം വകുപ്പിലും ദേവസ്വം ബോർഡിലും ഡ്യൂട്ടി മാറി മാറി ചെയ്തിട്ടുണ്ട്. അന്ന് ഞാൻ ശബരിമല ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു. അത് ശരി. അപ്പൊ അത് ഈ പല ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം അതൊരു സുവർണാവസരമാണ് അല്ലേ? അവരുടെ ഒരു സേവനം അവിടെ പലരും എന്നോട് പറയാറുണ്ട്, അതൊരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് അവർ കാണുന്നത്. ആണ്. ഞാൻ അവിടുത്തെ ഡ്യൂട്ടിക്ക് ശേഷമാണ് ഈ ശക്തമായിട്ട് പൊതുവേദിയിലൊക്കെ സംസാരിക്കാൻ തുടങ്ങി. അതുവരെ എന്റെ അടുത്ത് ഞാൻ വളരെ ഈ പൊതുജനങ്ങളെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു നാണം കുണുങ്ങിയായിരുന്നു. എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇതയം മുരളി നാണം കുണുങ്ങിയായിരുന്നു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല കേട്ടോ. അല്ല, വർഷങ്ങൾ 10-25 ആയല്ലോ. അന്ന് BA ഒക്കെ പഠിച്ചിറങ്ങിയ സമയത്തായിരുന്നു. അത് ശരി. അന്ന് എല്ലാം പഠിത്തം കഴിഞ്ഞ് വരുമ്പോ പൊതുവെ ഒരു സഭാകമ്പം ഉണ്ടല്ലോ. അത് മാറി, പൊതുവേദിയുടെ പോലെ കരുത്തനായി മാറി. തീർച്ചയായിട്ടും. അപ്പോ ഇന്നത്തെ വിഷയത്തിൽ ഈ വിശ്വാസം ആരെയാണെന്ന് ചോദിച്ചാൽ എന്റെ അഭിപ്രായം ജനങ്ങൾക്ക് വിശ്വാസം UDF-നെയാണ്. അതിന് നമുക്ക് തെളിവുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷ ഗവൺമെന്റ് അവിടെ സ്ത്രീകളെ പ്രവേശിപ്പിക്കുകയും ചെയ്തപ്പോ തുടർന്ന് വന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDF വമ്പിച്ച വിജയം നേടി. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും സ്ഥാപിക്കാം UDF-നെയാണ് ജനങ്ങൾക്ക് വിശ്വാസം. പാർട്ടി UDF-ലായതുകൊണ്ട് പറയുന്നതല്ല. അതുകൊണ്ടൊന്നുമല്ല. നമുക്കുള്ള മുമ്പിൽ തെളിവുണ്ടല്ലോ. മാത്രമല്ല, ഈ കോൺഗ്രസിന്റെ നേതാവായിരുന്ന മുൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ബൂട്ടാ സിംഗ്, സാറിന് ഓർമ്മയായിരിക്കും. ബൂട്ടാ സിംഗ് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ചെയർമാനായിട്ടിരുന്ന സമയത്ത് ശബരിമല 2001 സന്ദർശിച്ചിട്ടുണ്ട്. അങ്ങനെ സന്ദർശിച്ച് അവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ കോൺഗ്രസിന് ശബരിമല വികസനമായിട്ട് ബന്ധമില്ലെന്ന് നമ്മൾ ചിന്തിക്കാനൊക്കത്തില്ല. അവിടെ ജനങ്ങളുടെ വിശ്വാസം UDF-നും കോൺഗ്രസിനുമാണ്, ഒപ്പമാണെന്നാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ കുറെ പ്രേക്ഷകരുള്ളതുകൊണ്ടാണ് ഞാൻ ഏതായാലും നമുക്കൊന്ന് വിശദമായി പിന്നീട് ഒരു ദിവസം സംസാരിക്കാം. അപ്പോൾ ഷാജി ഭാസ്കർ വേറെ ആളിനെ വിളിക്കുന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് സർക്കാർ എത്ര ഭൂമി കൊടുത്തു എന്ന് ചോദിക്കുന്നു, എത്ര പോലീസിനെ ഇറക്കണം എന്ന് ചോദിക്കുന്നു. സെബാസ്റ്റ്യൻ CA ഒക്കെ നമുക്കൊപ്പം ചേർന്നുണ്ട്, പലരും ഉണ്ട് കേട്ടോ. അപ്പോൾ പ്രസാദ് നാട്ടകത്ത് നിന്നാണ് വിളിക്കുന്നത് അല്ലേ? പ്രസാദേ, ശ്രീ പ്രസാദ്, MM പ്രസാദ്.
ചോദിച്ചു. ശ്രീ M പ്രസാദ് ഏത് മേഖലയിലുള്ളയാളാണ്? ഞാൻ കോട്ടയം കളക്ടറേറ്റിൽ നിന്ന് റിട്ടയർഡ് ആണ്. റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ്? റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ്. ഞാൻ കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. അതെ. അതോടൊപ്പം തന്നെ പറയാൻ ഞാനൊരു തികഞ്ഞ ഈശ്വരവിശ്വാസിയാണ്. അതായത് ഈയിടെ പമ്പയിൽ കഴിഞ്ഞ ദിവസം പമ്പയിൽ നടന്ന ഒന്നാമത്തെ ഒരു രാഷ്ട്രീയ മാമാങ്കമായിരുന്നു. കാരണം 7 വർഷങ്ങൾക്ക് മുമ്പ് ശബരിമലയില് ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തില് നിരീശ്വരവാദികളായ 2 യുവതികളെ അവിടെ പ്രവേശിപ്പിച്ചുകൊണ്ട് അവിടെ നടത്തിയ ആചാര ലംഘനവും അതേ തുടർന്ന് ഇവിടുത്തെ ഈശ്വരവിശ്വാസികളെ അദ്ദേഹം പുച്ഛിച്ചുകൊണ്ട് നടത്തിയ പത്രസമ്മേളനവും ഈ നാട്ടിലെ ഈശ്വരവിശ്വാസികളുടെ മനസ്സിനേൽപ്പിച്ച മുറിവ് ഇന്നും ഉണങ്ങിയിട്ടില്ല. അപ്പൊ ഇന്ന് ഭഗവത്ഗീതയൊക്കെ ഉദ്ധരിക്കുമ്പോ അത് ചെറുതായി ഉണങ്ങി തുടങ്ങുമോ എന്നൊരു സംശയം ഉണ്ടോ? ഒരു കാര്യമില്ല. ഞാൻ പറയട്ടെ, ഈ പിണറായി വിജയൻ സാറ് അല്ലെങ്കിൽ പിന്നെ വാസവൻ സാറ് ഇത് വിശ്വാസത്തിന്റെ പേരിലാണ് എങ്കിൽ ഞാൻ പറയുന്ന കാര്യം അവർ ചെയ്യണം. അതായത് ഈ വരുന്ന മണ്ഡലകാലത്ത് ഇവർ 2 പേരും വ്രതശുദ്ധിയോടെ ഇരുമുടിക്കെട്ടുമായി 18ാം പടി കയറി ശബരിമല ദർശനം നടത്തിയാൽ ഇത് വിശ്വാസത്തിന്റെ പേരിലാണെന്ന് ഞാൻ വിശ്വസിക്കാം. ഞാൻ അങ്ങ് പറയുന്നത് എനിക്ക് മനസ്സിലായി. അങ്ങ് കലക്ടറേറ്റിൽ ഒരു ജീവനക്കാരനായിരുന്നു, സർക്കാരിന്റെ ഭാഗമായിരുന്നു. ഇപ്പോൾ സർക്കാരിന് ഒരു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അവർക്ക് എല്ലാ മതവിഭാഗങ്ങളെയും സഹകരിക്കേണ്ടി വരുമല്ലോ. ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് വേണ്ട സഹായം ചെയ്യുന്നുവെന്ന് അവകാശപ്പെടുന്നുണ്ട്. ഒരുപാട് ഇന്ന് ഹജ്ജിന് പോയ ആളുകളൊക്കെ എന്നോട് പറഞ്ഞ് സർവീസുകളൊക്കെ വല്ലാതെ മെച്ചപ്പെട്ടു എന്നാണ്. ഇതിന് നമ്മൾ നരേന്ദ്രമോദി ഹജ്ജിന് പോകണം എന്ന് പറയുന്നത് ശരിയാണോ? അദ്ദേഹത്തിൻ്റെ വിശ്വാസം തുടരട്ടെ, പക്ഷെ സർക്കാർ എല്ലാവരെയും സഹായിക്കുന്ന മനോഭാവം വേണം. അതല്ലേ ശരി? അതല്ല. അങ്ങനെ ഇതിപ്പോ ഞാൻ തികച്ചും പറയുന്നത് വിശ്വാസത്തിന്റെ പേരിൽ നടത്തിയ ഒരു പരിപാടിയല്ല പമ്പയിലെ സംഗമം. അങ്ങനെയാണെങ്കിൽ വാസവൻ സാർ എങ്കിലും കുറഞ്ഞ പക്ഷം ഇരുമുടിക്കെട്ടുമായി 18ാം പടി ചവിട്ടി ശബരിമല ദർശനം നടത്തട്ടെ. അതിന് തയ്യാറല്ലല്ലോ. അപ്പൊ ഇത് വിശ്വാസത്തിന്റെ പേരിലല്ല. എനിക്ക് തോന്നുന്നു എന്തോ ടെലിഫോൺ ലൈനിൽ പ്രശ്നം പറ്റി. അപ്പൊ മുഹമ്മദ് മഞ്ചേരി എന്നോടൊപ്പം ചേർന്നു. ശ്രീ മുഹമ്മദ് മഞ്ചേരി അയ്യപ്പ ഭക്തനാണോ? നമസ്കാരമുണ്ട് സാറേ. നമസ്കാരം. അയ്യപ്പ ഭക്തനൊന്നല്ല, എങ്കിലും കൂടി ഇതൊരു വികസന പ്രവർത്തന സർക്കാരിന്റെ. വികസനം അവിടെ നടക്കും എന്ന പ്രതീക്ഷയാണ് താങ്കൾക്കുള്ളത് അല്ലേ? അവിടെ എഴുതി കാണിക്കുന്നുണ്ട് സർക്കാരിനും മുഖ്യമന്ത്രിക്കും വിമർശനമാണ്. 9 കൊല്ലമായിട്ട് വിമർശിച്ചുകൊണ്ടേ ഇരിക്കുകയാണല്ലോ ഈ സർക്കാരിനെ. 9 കൊല്ലം കഴിഞ്ഞു, അവർക്ക് പണിയൊന്നുമില്ലായിട്ടും പണം കിട്ടായിട്ടും അപ്പോൾ ശ്രീ ശ്രീ മുഹമ്മദ് മഞ്ചേരി CPM കാരനാണെന്ന് പണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു സർക്കാർ ദീർഘകാല അധികാരത്തിലിരിക്കുന്നതുകൊണ്ട് വിമർശിച്ചുകൂടാന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മോദി സർക്കാർ 11 ഒരു മിനിറ്റ് ശ്രീ മുഹമ്മദ് മഞ്ചേരി ഇതൊന്ന് കേൾക്കോ. മോദി സർക്കാർ 11 വർഷമായല്ലോ. അപ്പോൾ അങ്ങ് അതിനെ വിമർശിക്കാതെ അംഗീകരിക്കുന്നുണ്ടോ? വിമർശിക്കുന്നുണ്ടല്ലോ. അതെന്താ 11 വർഷമായി ജനങ്ങളുടെ വോട്ട് കിട്ടി ജയിച്ച സർക്കാരിനെ അങ്ങ് വിമർശിക്കുമെങ്കിൽ 9 വർഷം ഇരുന്ന സർക്കാരിനെ മറ്റുള്ളവർക്ക് വിമർശിച്ചൂടെ? വാസൻ സാറും പിന്നെ മുഖ്യമന്ത്രി സാറും മുടിക്കെട്ടിയായിട്ടും ചേർന്നെങ്കിലേ പറ്റുള്ളൂ. അവർക്ക് വിശ്വാസമല്ല. അവരവിടെ വികസനത്തിന് വേണ്ടിയിട്ട് വരുന്ന അയ്യപ്പ ഭക്തർക്കുള്ള സേവനം നല്ല രീതിയിലാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമമാണ് നടത്തുന്നതാണ് താങ്കൾ പറയുന്നത്. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ എന്നോടൊപ്പം നമ്മുടെ കൃഷ്ണൻകുട്ടി മണിമല ചേരുന്നുണ്ട്. കൃഷ്ണൻകുട്ടി മണിമല, എന്നെ ഞെട്ടിച്ചത് ഈ മുഖ്യമന്ത്രിയുടെ ഭഗവത്ഗീത ശ്ലോകമൊക്കെയാണ്. അദ്ദേഹം അത് വായിക്കുന്നുണ്ട് എന്ന് ഇപ്പോൾ വ്യക്തമായി എന്നാണ് ഞാൻ തോന്നുന്നത്. അതോ ഇനി അവിടുന്ന് ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്തതാണെന്നും അറിയില്ല. ഏതായാലും അദ്വേഷ്ട സർവഭൂതാനാം മൈത്രാഹ കരുണയേവച എന്നൊക്കെ മുഖ്യമന്ത്രി പറയുമ്പോൾ, നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ഈ ഹൈന്ദവ വിശ്വാസത്തെ ചേർത്ത് പിടിക്കാനുള്ള ഒരു ശ്രമം എങ്ങനെയെങ്കിലും നടക്കുന്നുണ്ട് എന്ന് നമ്മൾ കാണേണ്ടതുണ്ടോ? നമസ്കാരം. നമസ്കാരം. ഈ കടിച്ചപ്പെട്ടാത്ത വാക്കുകളൊന്നും എന്നോട് പറയണ്ട. അങ്ങയുടെ പ്രിയപ്പെട്ട നേതാവും നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി, എന്റെയും കൂടി മുഖ്യമന്ത്രിയും അവിടെ വായിച്ചതാണ് സംഗമത്തിന്. ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. ഇത് ഒരു പ്രസംഗത്തിന് വേണ്ടി ഒരു ചെറിയ ഭാഗം അടർത്തിയെടുത്തതാണോ അതോ ഇത് ഭഗവത്ഗീത സ്ഥിരമായി വായിക്കുന്നതിന്റെ ഭാഗമായി വന്നതാണോ എന്നാണ് എന്റെ സംശയം. ആൾക്കാർ പ്രസംഗിക്കുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ എവിടുന്നുള്ള കൊട്ടേഷൻസ് ഉദ്ധരിക്കുന്നത് ഒരു കുറ്റമല്ല. അത് കുറ്റമല്ല. അങ്ങനെ കാണാൻ പാടില്ല. കാണുന്നില്ല. അല്ല, അങ്ങനെ കാണാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ഞാനിത് ഇപ്പം നമ്മളൊരു കൊട്ടേഷൻ ഒരു പുസ്തകത്തിൽ നിന്ന് എടുക്കുമ്പോൾ ചിലപ്പോൾ ആ പുസ്തകം കിട്ടിയത് വായിച്ചു നോക്കുമല്ലോ. ആയിക്കോട്ടെ, വായിക്കാറുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നേ ഉള്ളൂ. വായിക്കാറുണ്ടാകുമായിരിക്കും അല്ലേ എന്ന് ഞാൻ സംശയിച്ചു എന്ന് മാത്രമേ. നമുക്ക് മുന്നോട്ട് പോകണ്ടേ സംസാരം? ശരി. അതങ്ങ് വിട്. പിണറായിക്ക് മുമ്പ് ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, സഹാ വി കെ നായനാര്.
അദ്ദേഹം പണ്ട് പോപ്പിനെ കാണാൻ പോയപ്പം കൊടുത്തത് ഭഗവത്ഗീത വായിച്ചിട്ടുണ്ടോ? അത് ശരിയാ, ഇല്ലേ, വായിച്ചിട്ടുണ്ടോ? അത് എനിക്കറിയാം, പക്ഷെ ഇ.കെ. നായനാർ വായിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. അതറിയാമല്ലോ, അന്ന് ഭഗവത്ഗീത കൊടുത്ത കാര്യമൊക്കെ എനിക്കറിയാം, പക്ഷെ ഇ.കെ. നായനാർ ഭഗവത്ഗീത വായിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല കേട്ടോ. ഞാൻ അദ്ദേഹത്തിന് വാർത്താ സമ്മേളനങ്ങളൊക്കെ അന്ന് ഇരുന്നിട്ടുണ്ട്, പക്ഷെ ഇത് ചോദിച്ചിട്ടില്ല. നായനാരും വിശ്വാസിയൊന്നും ആയിരുന്നില്ല. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ നമ്മുടെ കേരളത്തിലായാലും ഇന്ത്യയിലായാലും എവിടെയായാലും ഏറ്റവും കൂടുതൽ വായനാശീലമുള്ളത് കമ്മ്യൂണിസ്റ്റുകാർക്കാണ്. അവരെല്ലാ തരം പുസ്തകങ്ങളും വായിക്കും. അതിന് ഭഗവത്ഗീതയെന്നോ മഹാഭാരതമെന്നോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്നോ വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്നോ ഒന്നുമില്ല, എല്ലാം വായിച്ചു പഠിക്കും. പക്ഷെ അതിനകത്ത് ഭക്തിയല്ല അതിനകത്ത് കാര്യം. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നാണ് നോക്കുന്നത്. അതിന്റെ ഉൾക്കൊള്ളേണ്ട ആശയങ്ങൾ ഉൾക്കൊള്ളും, അല്ലാത്തത് ഉൾക്കൊള്ളില്ല. വിമർശിക്കേണ്ടതിനെ വിമർശിക്കും, അതിനാർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് പിണറായി വിജയൻ അവിടെ ഭഗവത്ഗീതയിലെ കാര്യം ഉദ്ധരിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചർച്ച അവിടെ ഒതുക്കി വെക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇപ്പോഴത്തെ വിഷയം പമ്പയിൽ നടന്ന സംഗമവും ഈ ഇപ്പോ ഇവിടുത്തെ പന്തളത്ത് നടന്ന സംഗമമാ. രണ്ടും തമ്മിൽ ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പന്തളത്ത് സംഗമം നടത്തിയ ഏതാണ് ആന ഏതാണ് ആട്, എന്താണ് ആ വ്യത്യാസം? അത് നമുക്ക് പിന്നെ ഞാൻ തീരുമ്പോ പറയാവേ, നമുക്ക് സമയമില്ല, എനിക്കൊരു ഇടവേള വേണം. അതിപ്പോഴേ പറഞ്ഞ കട്ടിയില്ലേ, അതുകൊണ്ട് അത് വേണ്ട. അല്ല, എനിക്ക് സമയം വളരെ കുറവാണ്. നമ്മളിത് ഇടവേളയിലേക്ക് നീങ്ങണമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ രണ്ടു കാര്യം നമ്മളെ വ്യത്യാസം പറയാം. പന്തളത്ത് സംഗമം നടത്തിയവർക്ക് ശബരിമലയിൽ ഒരു റോഡ് വെട്ടാനോ അവിടെ ഒരു കെട്ടിടം പണിയാനോ അവിടെ എന്തെങ്കിലും സൗകര്യങ്ങൾ കൊണ്ടുവരാനോ പറ്റില്ല. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ പമ്പയിൽ സംഗമം നടത്തിയവർ തന്നെ വേണമല്ലോ. പിന്നെ പന്തളത്ത് എന്താ സംഗമം നടത്തിയത്? പന്തളത്ത് സംഗമം നടത്തിയത് ഈ സർക്കാരിനെതിരെ എങ്ങനെയൊക്കെ പാര വയ്ക്കാമെന്ന് ആലോചിക്കാൻ വേണ്ടി. അവര് പറയുന്നത് അവിടുന്ന് ഉരുത്തിരിയുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നിന്ന് ഉരുത്തിരിയുന്ന നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിനെയും സംസ്ഥാന സർക്കാരിനെയും അറിയിക്കുക. അറിയിച്ചോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, വിശ്വാസി എന്നുള്ള ഒരു മേന്മയായിട്ടും വിശ്വാസം ഇല്ലാത്തവരെന്തോ മോശക്കാരായിട്ടും കരുതാൻ പാടില്ല. ഭരണഘടന രണ്ടു കൂട്ടർക്കും ഒരേ അവകാശമേ കൊടുത്തിട്ടുള്ളൂ. വിശ്വാസിയാണെന്നും പറഞ്ഞുകൊണ്ട് അവര് സൂപ്പർമാൻ ഒന്നും ആവുന്നില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ കുഴപ്പങ്ങൾ കാണിക്കുന്നതും ദ്രോഹങ്ങൾ കാണിക്കുന്നതും എല്ലാം നമ്മുടെ ചരിത്രം നോക്കിയാൽ വിശ്വാസികളെ കാണിച്ചിട്ടുള്ളത്. അല്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? അവിശ്വാസികളും എനിക്ക് പറയാൻ പറ്റും. ഇവിടെ നമ്മളൊരു പഠനം നടത്തിയിട്ടുണ്ടോ കേരളത്തിലോ ഇന്ത്യയിലോ എവിടെയെങ്കിലും? ഈ ക്രിമിനൽ കേസുകളിൽ പ്രതികളാകുന്നവരിൽ വിശ്വാസികൾ എത്ര അവിശ്വാസികൾ എത്ര എന്നൊരു പഠനം നമ്മൾ നടത്തിയിട്ടുണ്ടോ? അപ്പൊ എത്ര ശതമാനം എന്ന് പറയാൻ പറ്റും? അങ്ങനെയൊന്നും പറയാൻ പറ്റും. എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് ഒരാൾ വിശ്വാസിയാണെങ്കിൽ, ഇപ്പൊ മുഖ്യമന്ത്രി തന്നെ എടുത്തു പറഞ്ഞ ഈ ശ്ലോകത്തിന്റെ അർത്ഥം കൂടി എന്താണ് വിശ്വാസി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ. അപ്പൊ ആ ശ്ലോകം തന്നെ എടുക്കുകയാണെങ്കിൽ എല്ലാ മനുഷ്യരിലും നന്മ കാണുകയും നിരഹങ്കാരത്തോടെ പ്രവർത്തിക്കുകയും എല്ലാവരെയും തുല്യരായി കാണുകയും ചെയ്യുന്ന ആളെയാണ് മുഖ്യമന്ത്രി വിശ്വാസി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങ് ഏതാണ്ട് ഇത് അംഗീകരിക്കുന്ന ഒരാളായിരിക്കുമല്ലോ. അപ്പൊ അത്തരം ഒരാൾക്ക് ഇങ്ങനത്തെ കുറ്റകൃത്യങ്ങൾ പോയി ചെയ്യാൻ കഴിയില്ല. പിന്നെ അല്ലാതെ നമ്മൾ വിശ്വാസി എന്ന് അവർ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതുകൊണ്ട് വിശ്വാസിയാണെന്നുള്ള സംശയമുണ്ട്. പിണറായി ഉദ്ധരിച്ചതിന്റെ ആ കുറ്റിയായിട്ട് ഇങ്ങനെ ചുറ്റി ചെയ്യാതെ നമ്മുടെ ചർച്ച മുന്നോട്ട് പോകണ്ടേ? അല്ല, അങ്ങ് വിശ്വാസി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ മുഖ്യമന്ത്രി വിശ്വാസി ആരാണ് ഞാൻ പറഞ്ഞ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും വിശ്വാസികളുടെ എണ്ണം 95% കൂടുതലാണ് ആണല്ലോ. കുറ്റകൃത്യങ്ങൾ നടക്കുന്നതും ആ ശതമാനം വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ വിശ്വാസിയുടെ കാര്യവും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഒരാളെ നമ്മൾ എങ്ങനെയാണ് വിശ്വാസി എന്ന് പറയാൻ? വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ലേ. ഇപ്പൊ വിശ്വാസി എന്താണ്? എനിക്ക് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ദൈവം അതിനുള്ള ശിക്ഷ നൽകും എന്ന് വിശ്വസിക്കുന്നവനാണല്ലോ ഒരു വിശ്വാസി. അപ്പൊ ആ വിശ്വാസം ഇല്ലാത്തവനാണല്ലോ ഈ തെറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ പുരോഹിതന്മാരെന്തിനാ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത്? അതെ, വിശ്വാസം ഇല്ലായിരിക്കും. വിശ്വാസം ഉള്ള അവർക്ക് അങ്ങനെയല്ല അവർക്കാണ് അറിയുന്നത്. ഈ പറയുന്ന കുറ്റകൃത്യം ചെയ്യുന്നതിലെ കമ്മ്യൂണിസ്റ്റുകാരും വിശ്വാസികളും പുരോഹിതന്മാരും പിന്നെ അച്ഛന്മാരും അതുപോലെ മറ്റ് മതവിഭാഗത്തിന് നേതൃത്വം കൊടുക്കുന്നവരും ഒക്കെ പെട്ടുപോകുന്നുണ്ട്. ഞാൻ അതില്ലെന്ന് പറയുന്നില്ല. പക്ഷെ അത് ഏതെങ്കിലും ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അയാൾ കുറ്റകൃത്യം ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഇതൊന്നും ചെയ്താല് ഒരു ദൈവത്തിന്റെ മുട്ടുസൂചി പോലും മാറ്റിവെക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം അറിയുന്നത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് അറിയുന്ന പുരോഹിതന്മാർക്കാ. അതുകൊണ്ടാണ് അവർ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യം ചെയ്യുന്നത്. അതറിയോ? അവരാണ് നമ്മളെ പറ്റിക്കുന്നത്. ഞാനുമായിട്ട് വിശ്വാസത്തെ സംബന്ധിച്ച് ഒരു വലിയ സംവാദം നടത്താൻ ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ടാണ്. ഏതായാലും ഇത് ഒരു ചെറിയ വാക്കിൽ ഞാൻ ഒതുക്കാം. മുട്ടുസൂചി മാറ്റിവെക്കൽ ആണ് ദൈവം
അല്ലെങ്കിൽ എന്തെങ്കിലും അമാനുഷിക അദൃശ്യ ശക്തിയാണ് ആയിട്ട് നമുക്ക് പരീക്ഷ ജയിപ്പിക്കുക, അല്ലെങ്കിൽ പെട്രോൾ ഇല്ലാത്ത വണ്ടി തന്നെ സ്റ്റാർട്ടാക്കി വീട്ടിലെത്തിക്കുക, ഇതാണ് ദൈവമെന്ന് വിശ്വസിക്കുന്നവരുണ്ടാകാം. പക്ഷേ അതല്ല, അത് അവരവരുടെ തത്വമസി എന്ന ഈ ആശയം വ്യക്തമാക്കുന്നത് പോലെ അവരവരുടെ മനസ്സിനകത്ത് ശരിയിലേക്ക് നയിക്കുന്ന വലിയൊരു മാർഗ്ഗമാണ് ദൈവം എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ മുട്ടുസൂചി മാറ്റി വയ്ക്കുമെന്ന് നമ്മൾ അന്വേഷിക്കുക. ഏതായാലും ഒരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ടാണ് നമുക്കിത് നാളെ വീണ്ടും സംസാരിക്കാം. ഒരു ചെറിയ ഇടവേളയിലേക്ക് ഞാൻ കടക്കുകയാണ്. ഷോർട്ട് ബ്രേക്ക്. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ട്. അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. യെസ്, നമ്മുടെ പൊതുവേദി തുടരുകയാണ്. അപ്പോൾ കണ്ണൂരിൽ നിന്ന് ശ്രീ ജയൻ എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ജയൻ, കണ്ണൂരിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? കണ്ണൂർ കൂത്തുപറമ്പുകാരനാണ്. ഓക്കെ. ശ്രീ ജയൻ, എന്ത് തോന്നുന്നു ഇങ്ങനെ ഒരു ബദൽ സംഗമം ഏത് തരത്തിലുള്ള ഒരു സന്ദേശമായിരിക്കും നൽകുക ജനങ്ങൾക്ക്? ബദൽ സംവിധാനം എന്ന് പറഞ്ഞാൽ സാറേ, പിന്നെ നമ്മളിപ്പോ ഇത്ര നേരെ നിങ്ങൾ ഇപ്പോ ഒരാൾ കോൺഗ്രസ്സുകാരാണ് ഏറ്റവും കൂടുതൽ വിശ്വാസികളായെന്ന് പറഞ്ഞ ഒരാൾ ഉണ്ടായിരുന്നു. അപ്പൊ അയാള് കോൺഗ്രസ്സുകാരനാണ്. നിങ്ങൾ നേരത്തെ യൂട്യൂബിൽ വന്നൊരു കമന്റ് വായിച്ചു. പണ്ട് ബാബർ മസ്ജിദ് പൊളിച്ചപ്പോൾ രാമന്റെ വിഗ്രഹങ്ങള് കടൽ ചാടിക്കോന്ന് പറഞ്ഞ ജവഹർലാൽ നെഹ്റുവിനെ പറ്റി നിങ്ങൾ നേരത്തെ സംസാരിക്കുന്നത് കേട്ട് ആരോ യൂട്യൂബിൽ കമന്റ് ഇട്ടതാണ്. അതെ. അപ്പോ ഈ വിശ്വാസികളായ കോൺഗ്രസ്സുകാരാണെങ്കിൽ പാവപ്പെട്ട ഒരു പെൺകുട്ടീനെ ഗർഭചിത്രം നടത്തിയിട്ടില്ലേ? അതെല്ലാം ചെയ്ത തെറ്റല്ലേ? പക്ഷെ ഈ കേരള സർക്കാർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ശബരിമലയിൽ വികസനം ഉണ്ടാവും. കാരണം എന്താ പറഞ്ഞാൽ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റി അത് ഒരു കാലഘട്ടത്തിലെ കോടതി വിധി അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ചെയ്തു പോയതാ. അതിനെ കുറ്റപ്പെടുത്തി അതിൽ അമിതാവേശമൊന്നും ഉണ്ടായിരുന്നില്ല. കോടതി വിധി നടപ്പിലാക്കുകയാണ് ചെയ്തതെന്നാണ് പറയുന്നത് അല്ലേ? കോടതി വിധി അങ്ങനെ പ്രഖ്യാപിച്ചത് കൊണ്ട് അത് അങ്ങനെയൊന്നും ചെയ്യാതിരിക്കാനും പറ്റൂല. അങ്ങനെ സംഭവിച്ചു പോയതാണ്. അതിന് ഇപ്പോ ഒരു വികസനം, ഒരു പ്രായശ്ചിത്തം എന്ന നിലയിലാണോ ഈ പുതിയ അയ്യപ്പ സംഗമത്തെ അങ്ങ് കാണുന്നത്? പ്രായശ്ചിത്തം എന്ന നിലയിൽ മാറി ചിന്തിക്കുന്നു അല്ലേ? മാറി ചിന്തിക്കുന്നു. അവിടെ വികസനം വേണം. എത്രയോ ആൾക്കാരെ ഇപ്പോ ഈ 9 കൊല്ലം കഴിഞ്ഞിട്ട് ഭക്തന്മാർക്കുള്ള സൗകര്യം തയ്യാറാക്കി കൊടുക്കാൻ വേണം. കാലം കൂടുന്നവരും ജനങ്ങൾ കൂടി വരുമ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കേണ്ടിയിട്ടാണ് സർക്കാർ ഇത്തരത്തിലുള്ള പരിപാടി നടത്തിയത്. ഓക്കെ, വ്യക്തമാണ്. അപ്പൊ ശ്രീ ജയൻ CPM കാരനാണോ? അതാണ് CPM. ഓക്കെ. അപ്പൊ കൂത്തുപറമ്പിൽ അപ്പൊ ശ്രീ ജയൻ ഏത് മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്? ഞാനിപ്പോ അവിടെ ഇപ്പൊ നാട്ടിലില്ലായിരുന്നു, ഞാൻ ഗൾഫിലായിരുന്നു. ഞാനിപ്പോ നാട്ടിൽ പ്രവാസികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊതുവേദിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളാണ്. നമ്മുടെ പൊതുവേദിയിലേക്ക് വിളിക്കുന്നത് കൂടുതലും ബഹുഭൂരിപക്ഷം പ്രവാസികളാണ്. പ്രവാസികൾ അവിടുന്നും പലപ്പോഴും വിളിക്കാറുണ്ട്. ഇപ്പോൾ ഈ ടെലിഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ള പരാതി പലരും നൽകാൻ. നമ്മുടെ അബ്ദുൾ റഹ്മാൻ എന്നൊക്കെ പറഞ്ഞ് ദുബായിൽ നിന്നൊക്കെ സ്ഥിരം വിളിക്കുന്ന പ്രേക്ഷകനൊന്നും ഇപ്പോൾ കാണുന്നില്ല. എന്താണെന്നറിയാം, ടെലിഫോൺ കിട്ടാത്തതുകൊണ്ടാണെന്നറിയില്ല. ഏതായാലും പ്രവാസികൾ പൊതുവേദിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങയുടെ അഭിപ്രായത്തിനും വളരെയധികം നൽകി. ആ ദീപു നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ ദീപു വന്നിട്ടുണ്ട്. ദീപുവായിട്ട് സംസാരിച്ചിട്ടൊക്കെ കുറേ ദിവസങ്ങളായി. കേൾക്കാമോ? ദീപു ഓണമൊക്കെ ആഘോഷിച്ച് കലക്കിയോ? എന്തായാലും സംഭവിച്ചത്?
ഓണമൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചു. നമ്മൾ അതിനെ പറ്റി സംസാരിച്ചു, വാമന ജയന്തിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സംസാരിച്ച. ഞാൻ മനു ഒരു കാര്യം ഞാൻ പറയാനുള്ള, മനു ഇന്നലെ ഈ GSTയുമായി ബന്ധപ്പെട്ട് മനു ഒരു കാര്യം പറയുന്നുണ്ട്. ഈ ജനങ്ങളുടെ ഈ ട്രാഫിക് നിയമലംഘനങ്ങളുടെ ഇതൊക്കെ സർക്കാർ ഇങ്ങനെ ആവേശത്തോടെ പിടിക്കുന്നു. അയ്യോ ദീപു, അത് പറയാതിരിക്കാൻ പോയി. ഞാൻ കാണുന്ന എല്ലാ ആളുകളും ഇത് എന്നോട് പറയുക. ഇപ്പൊ ഏറ്റവും ഇന്ന് രാവിലെ ഞാനിപ്പോ ഈ ഫ്ലോറിലേക്ക് വൈകുന്നേരം വരുന്നതിന് മുമ്പ് ഇവിടുത്തെ ഒരു ആള് പറയുകയാണ്, നമ്മുടെ ഈ തിരുവല്ലം ഉണ്ടല്ലോ, തിരുവനന്തപുരത്ത് ഈ തിരുവല്ലം, അതിനപ്പുറത്ത് 80 കിലോമീറ്റർ അതുവരെ സ്പീഡാണ്, അവിടുന്ന് അങ്ങോട്ടുള്ളത് 50 കിലോമീറ്ററാണ്. ഈ 50 കിലോമീറ്റർ സ്പീഡാണെന്നുള്ളത് വളരെ ഇത് കാണാത്ത തരത്തിലാണ്. അപ്പോൾ അവിടെ നിന്ന് ഒളിഞ്ഞു നിന്ന് ഇതിങ്ങനെ പിടിക്കുകയാണ്. ഇതൊരു നിസ്സാര സംഭവമല്ല. ഇത് ദീപു, ഇത് ബന്ധപ്പെട്ടവരുടെ ഇതിലേക്ക് വരും. ജനങ്ങൾ ഭയങ്കരമായ അപ്സെറ്റാണ്. വണ്ടി എവിടെ നിർത്തിയാലും കൊണ്ടുപോവുക, ഇത് ക്യാമറ എടുക്കുക, തർക്കിക്കാൻ പോയാൽ അടിക്കുക. റോഡ് നിയമം നന്നായി നടപ്പിലാക്കണമെന്നൊന്നും ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല. ഇപ്പം നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ പരിപാടിയിൽ വന്ന നമ്മുടെ ശ്രീ റഷീദ് അദ്ദേഹം പറയുന്നത് കേട്ടില്ലേ, അവിടെ ഒരു വഴിയിലൂടെ ആളുകൾ വൺ വേ ആണെന്ന് അറിയാതെ തെറ്റി വരുന്നവർ അവിടെ ഒന്ന് തടയുന്നതിന് പകരം ഇപ്പുറത്ത് മാറി ഒളിഞ്ഞു നിൽക്കുകയാണ്. ഇത് പിടിച്ചെങ്ങനെയെങ്കിലും അങ്ങനെ നിയമം നടപ്പിലാക്കുകയാണ്. അപ്പൊ അത് ഞാനതിനെ കാണുന്നത് ഇത് അസാമാന്യമായ, ഇത് ഒരു തെറ്റും ചെയ്യാത്ത ആളുകളെ പോലും ഇത് പിടിച്ചോണ്ട് പോകുന്ന അല്ലെങ്കിൽ ഫൈൻ അടച്ച് ഇവരറിയില്ല. ഇതറിയാതെ പെട്ടുപോയ മനുഷ്യർ എത്ര പേരെന്നറിയാമോ? എന്നിട്ട് ഇതെങ്ങനെ കൗണ്ടർ ചെയ്യാൻ പറ്റും? ട്രാഫിക് നിയമലംഘനങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് അകാരണമായി ഒരുപാട് പിഴ ചുമത്തുന്നു, അല്ലെങ്കിൽ കൂടുതൽ പിടിക്കുന്നു, അവരവിടെ ഇവിടെ നിന്ന് പിടിക്കുന്നു എന്നുള്ളതാണ് പരാതി. ഈ നിയമലംഘനത്തിന്റെ പിഴത്തുകയും ലംഘനങ്ങളുടെ കാര്യങ്ങളും എല്ലാം തീരുമാനിക്കുന്ന കേന്ദ്ര സർക്കാരാണ്. 1500 രൂപ സ്പീഡുമായി ബന്ധപ്പെട്ട് പിഴത്തുക വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാരാണ്. മാത്രമല്ല ഇതൊന്നും കേരള ഖജനാവിലേക്ക് പോകുന്നില്ല. ഇത് റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ ഈ ഫൈനായിട്ട് പിടിക്കുന്ന തുക റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ ഫണ്ടിലേക്കാണ് പോകുന്നത്. ആ ഫണ്ടിൽ നിന്ന് അത് എങ്ങനെയാണ് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങളൊക്കെ ഇത് എന്നോട് പറഞ്ഞവരല്ല, ഇത് ട്രഷറിയിലേക്ക് നേരിട്ട് അടക്കുകയാണ് ഈ ബിൽ വഴി. റോഡ് സുരക്ഷാ അതോറിറ്റിയിലേക്കാണ് പോകുന്നത്. അതെ, റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ ഫണ്ടിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് ഈ ട്രഷറിയിൽ നിന്ന് ഈ അടയ്ക്കുന്ന തുകയൊക്കെയോ ട്രഷറിയിലേക്ക് നേരിട്ട് അടയ്ക്കുന്നത്? ട്രാഫിക്കിന്റെ അക്സസറീസ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്താണ് അവർ എടുക്കുന്നത്. മാത്രമല്ല സർക്കാർ തന്നെ ഈ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് അതൊക്കെ ഞാൻ സമ്മതിച്ചു ദീപു. റോഡിൽ ഏറ്റവും അധികം ആളുകൾ മരിക്കുന്നു, സുരക്ഷ വേണം, അവിടെ ഓവർ സ്പീഡിംഗ് പിടിക്കണം, അതെല്ലാം ഞാൻ സമ്മതിച്ചു. പക്ഷേ ഒരു ട്രാഫിക്കും ഇല്ലാത്ത ഒരു വഴിയിൽ ഒരാൾ വണ്ടി കൊണ്ട് നിർത്തിയാൽ മല്ല ഒന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് പോകുന്ന സംഭവങ്ങൾ 100 തവണ ഉണ്ടായിട്ടുണ്ട്. ഈ മോട്ടോർ തൊഴിലാളി യൂണിയന്റെ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം വിളിക്കുകയാണ്, മോട്ടോർ ഇവർക്ക് പൊറുതിമുട്ടിയിരിക്കണമെന്നേ ആളുകൾ വിളിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഒരു പ്രവാസി എന്ന നിലയിൽ റോഡ് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇപ്പൊ മനു പറഞ്ഞ അതേ സാധനം ഞാൻ ദുബായിൽ വെച്ചുകൊണ്ട് ചെയ്ത എനിക്ക് പിഴത്തുകയൊന്നും കുറച്ച് കിട്ടില്ല, മനസ്സിലായില്ല. അവിടെ പിഴ അടിക്കുകയും ചെയ്യും. അപ്പം പിഴ എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് നമ്മൾ പാലിക്കേണ്ട കുറെ കാര്യങ്ങൾ അത് കൂടുതൽ ഉണ്ട് എന്നുള്ള കാര്യത്തിനകത്ത് എനിക്ക് സംശയമൊന്നുമില്ല. ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അജ്ഞത ഒരിക്കലും അവകാശമായിട്ട് എടുക്കരുത്. അജ്ഞത തന്നെയാണ്. അല്ല, അജ്ഞതയാണ് ഞാൻ പറയുന്നത്. നിരപരാധികളായ ആളുകളുടെ ഫോട്ടോ എടുത്തുകൊണ്ട് പോകുന്നുണ്ടെന്നേ. അല്ലെന്നേ, നിരപരാധികളെ ചുമ്മാ ഫോട്ടോ എടുത്തുകൊണ്ട് പോകും. ഉണ്ടെന്ന് ഞാൻ ദീപുവിന് ഞാൻ തെളിവിട്ട് തരാം. അല്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് ഞാൻ ഇതിപ്പോ എവിടെ പോയി കംപ്ലൈന്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് 250 രൂപ ഫൈൻ അടക്കേണ്ടടുത്ത് ഇത് ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ എവിടെ പോയി കംപ്ലൈന്റ് ചെയ്യാൻ പറ്റും? ആര് പോകും? 250 രൂപയ്ക്ക് പോകണമെങ്കിൽ 500 രൂപയുടെ പണിയും കളഞ്ഞ് പോകണം ഒരാള്. റീസണബിൾ അല്ലെന്നേ. ഞാനിത് ദീപു ഇതല്ല, ഇത് പോലീസുകാർക്ക് കൊട്ടേഷൻ. ദീപു ഒരു ഏതെങ്കിലും പോലീസുകാരെ വിളിച്ചു വെച്ചാൽ അവർക്ക് കോട്ട കൊടുത്തിരിക്കുന്നേ, സ്റ്റേഷനുകളിൽ കോട്ട കൊടുത്തിരിക്കും. ഈ പോലീസുകാര് കേരളം മുഴുവൻ മോശപ്പെട്ട മനുഷ്യരായതുകൊണ്ട് ഇതിങ്ങനെ ഇറങ്ങി നടന്ന് പിടിക്കില്ല, പോലീസിന് കോട്ട കൊടുത്തിരിക്കുകയാണ്. ഇതെല്ലാം കൂടെ കേരള സർക്കാരിന്റെ ഖജനാവിലേക്കാണ് പോകുന്നത് എന്ന് പറയുന്നതിനകത്ത് തെറ്റുണ്ട്. അത് എന്തെങ്കിലും തരത്തിലുള്ള ജനങ്ങളുടെ കാര്യങ്ങളും നിർണ്ണയിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ഇത്രയും തുക വേണ്ട എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാർ അതൊന്നും ഞാനിതില്ലല്ലോ. ഇതിങ്ങനെ കോട്ട കൊടുത്ത് പോലീസുകാരെ കൊണ്ട് ഈ അല്ലെങ്കിൽ ശരിയല്ലാത്ത അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടില്ലാത്ത സംഭവങ്ങളിൽ വരെ അവര് ഇത് ചെയ്യിപ്പിക്കുന്നതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ കോട്ടയുള്ളത് കൊണ്ടാണ്. നിങ്ങളൊരു നിയമലംഘനം കണ്ട് നല്ല സ്റ്റേണായിട്ട് നടപടി എടുത്തോ, എനിക്ക് പരാതിയില്ല, ഞാൻ അത് അംഗീകരിക്കുന്നു. പക്ഷെ ഒരു കാര്യവുമില്ലാത്ത അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ എന്താ പറയുക, ഈ 50 കിലോമീറ്റർ സ്പീഡാണെന്ന് പറയുന്ന ആ ബോർഡ് ഒന്നെടുത്ത് ജനം കാണുന്നിടത്ത് വെക്കാലോ, അതീവ രഹസ്യമായി ഒരു മരത്തിന്റെ അടി കൊണ്ട് വെക്കേണ്ടത് കാര്യം. അല്ല, അത് മനു പറഞ്ഞ കറക്റ്റ് ആണ്. സൈനേജസ് കറക്റ്റ് ആയിട്ട് വെക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമ്മളിപ്പോ പാലക്കാട് നിന്ന് കന്യാകുമാരിയിലേക്ക് പോകുന്ന ഒരാൾ ഈ തിരുവല്ലത്ത് എത്തുമ്പോൾ ഇവിടെ മാത്രം 50 കിലോമീറ്റർ സ്പീഡാണെന്ന് അറിയണമെങ്കിൽ ഈ ബോർഡ് കാണണ്ടേ?
അപ്പം അങ്ങനെ ഉള്ള ഇത് മാത്രമല്ല, ഇത് പോലീസ് ഇത് നിർബന്ധപൂർവ്വം ചെയ്യുന്നതിൻ്റെ, ആളുകളെ ഇങ്ങനെ ദ്രോഹിക്കുന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത്, ഇത് കുറച്ച് പരാതി മേലോട്ട് ചെല്ലട്ടെ, അപ്പോൾ ഇവരുടെ ശല്യം തീരുമെന്ന്. എന്നുവെച്ചാൽ മോളിൽ നിന്ന് എല്ലാ ദിവസവും ചോദിക്കുക എത്ര പിടിച്ചു, സിഗരറ്റ് വലി എത്ര പിടിച്ചു, മറ്റെത്ര പിടിച്ചു എന്നൊക്കെ പറഞ്ഞ്. സിഗരറ്റ് വലിയൊക്കെ സ്മോക്കിംഗ് ഒക്കെ ഇൻജൂറിയസ് ടു ഹെൽത്താണ്, ഞാൻ അതില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇതിങ്ങനെ കോട്ട കൊടുത്ത ആളുകളെ ഓടിച്ചിട്ട് പിടിക്കുകയാണ്. ഞാൻ നോക്കുമ്പോൾ വേറൊരു രസകരമായ ഒരു സംഭവമാണ്. അപ്പോൾ ഇവിടെ കുറേ അതിഥി തൊഴിലാളികൾ തിരുവനന്തപുരത്ത് ഇരുന്ന് അവരവിടെ ഒരു മരത്തിൻ്റെ അടിയിൽ ഒളിഞ്ഞിരുന്ന് സിഗരറ്റ് വലിക്കുക. പോലീസ് വന്നിട്ട് നിങ്ങളെല്ലാവരും കൂടി ഒരാൾ തുകയെങ്കിലും അടയ്ക്കാൻ. അപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥന് നല്ല മനുഷ്യനാണ്, അദ്ദേഹം പറയുന്നത് നിങ്ങൾ അതിഥി തൊഴിലാളികളാണ്, കുറച്ച് പൈസയുള്ളവരാണ്, എന്നാൽ എല്ലാവരും കൂടി ഒരു എന്തെങ്കിലും അടയ്ക്കാൻ. നമ്മൾ നിയമം പാലിക്കാൻ തയ്യാറല്ല. നമുക്ക് എല്ലാ കാര്യങ്ങളിലും ഇല്ല ദീപു, രണ്ട് തരത്തിലാണ് ഞാൻ ഇതിനെ കാണുന്നത്. നമ്മൾ ഒരു സർക്കാരിന് ഇപ്പം ഞാൻ നികുതി അടയ്ക്കുന്നു, ടാക്സ് അടയ്ക്കുന്നു, ആ ടാക്സ് അടയ്ക്കുന്ന അഭിമാനത്തോടു കൂടിയാണ്. ഇപ്പോൾ ചിലപ്പോൾ അതൊരു കൂടുതലാണെന്നൊക്കെ ഉള്ളിൽ പറഞ്ഞാലും എനിക്കൊരു ആത്മാഭിമാനമുണ്ട്, ഞാനൊരു നികുതിദായകനാണ്. പക്ഷേ ഞാനൊരു കുറ്റവാളിയാണെന്ന് പറയുമ്പോഴാണ് എനിക്ക് ആകെ അമർഷം വരുന്നത്. കാരണം ഞാൻ കുറ്റവാളി ആകാൻ ആഗ്രഹിക്കുന്നില്ല, നിയമം ഉള്ള ആഗ്രഹിക്കുന്നു. അപ്പം നമ്മൾ എവിടെയെങ്കിലും ആളില്ലാത്ത റോഡിന് സൈഡിൽ കൊണ്ട് പാർക്ക് ചെയ്ത് വെച്ചാൽ മെല്ലെ ആ പോലീസ് ജീപ്പ് വന്ന് അവിടെ അതിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് പോകും. അപ്പം എന്നിട്ട് ട്രാഫിക് ഒബ്സ്ട്രക്ഷൻ, ഞാൻ തെളിവ് തരാം, ട്രാഫിക് ഒബ്സ്ട്രക്ഷൻ എന്നാണ് പറയുന്നത്. ആ റോഡിൽ യാത്രയേ ചെയ്തിട്ടില്ല, യാത്രയേ ഇല്ല. അല്ല, ആ ട്രാഫിക് ഇല്ലാത്ത റോഡിൽ ഇത് ചെയ്തതിന്റെ തെളിവ് ഞാൻ ദീപുന് തരാം. അവിടെ അങ്ങനെ ബോർഡുണ്ടോ, നോ പാർക്കിംഗ് ബോർഡുണ്ടോ, യു ഷുഡ് നോട്ട് പാർക്ക് എന്നുള്ളതാണ്. ഇനി ആ വിഷയം പോട്ടെ, ഞാൻ അത് റോഡ് സുരക്ഷാ അതോറിറ്റിയിലോട്ട് ആ ഫണ്ട് പോകുന്നുണ്ട്. അതിൽ നിന്നാണ് ഈ പല കാര്യങ്ങളും, നമ്മുടെ ഈ കോണൊക്കെ ഉണ്ടല്ലോ, റെഡ് കോണ് അതുപോലെയുള്ള പല കാര്യങ്ങളും ഒക്കെ വാങ്ങിക്കുന്നത്. അതാണ് ആ പൈസ തികയാറില്ല, എന്നിട്ട് സർക്കാരിന്റെ ഖജനാവിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി സർക്കാർ കൊടുക്കുന്നത്. ഇനി അവിടെ നിൽക്കട്ടെ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത് തമ്മിൽ എന്തെങ്കിലും ടഗോ, അതായത് RSSകാരാണ് അവിടെ സ്റ്റേജിലിരിക്കുന്ന മുഴുവൻ പേരും ഒന്ന് ആ കയ്യിലെ കാവിക്കൂടെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ അവിടെ ഇരിക്കുന്നത് പിന്നെ അവിടെ ഒരു സംഗമം നടക്കുന്നു. കേരള സർക്കാർ ഒരു സംഗമം നടത്തി, 75ാം വാർഷികവുമായി ബന്ധപ്പെട്ടൊരു സംഗമം നടത്തി. 75ാം വാർഷികത്തിനെ കൊണ്ടാടാൻ പറ്റുള്ളൂ, അവരത് നടത്തി. അതുമായി ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യങ്ങൾ, നേരത്തെ ഉണ്ടാക്കിയ കാര്യങ്ങളിൽ നിന്ന് ഇതൊരു കർട്ടൻ റൈസർ മാത്രമാണ്. ആ കർട്ടൻ റൈസറുമായി ബന്ധപ്പെട്ട് ഇനി അനേകായിരം പേര് നിർദ്ദേശങ്ങൾ നൽകുകയും ആ നിർദ്ദേശങ്ങൾ എടുക്കുകയോ എടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും നല്ലതുണ്ടെന്നോ കൂടുതൽ ആൾക്കാർ വരികയാണെന്നുള്ളത് ഉണ്ടാവും. ഇപ്പൊ ഇവിടെ ഈ നമ്മുടെ ഇപ്പം RSSകാർ നടത്തുന്ന പന്തളത്തെ സംഗമം അവിടെ നടത്തിക്കോട്ടെ, അതിന് നടത്തണ്ടെന്നോ ഒന്നും പറഞ്ഞില്ലല്ലോ. പക്ഷെ അത് ഒരു നിയമപ്രശ്നമായിട്ടോ അല്ലെങ്കിൽ നിയമലംഘന പ്രശ്നമായിട്ടോ ഒക്കെ വരികയാണെങ്കിൽ മാത്രമേ അവിടെ ഒരു പ്രശ്നമുള്ളൂ. അവിടെ നടത്തുന്നതിന് എന്താ, അവിടെയും കൃത്യമായിട്ടുള്ള ഒരു കാര്യങ്ങൾ വന്ന് സർക്കാരിലേക്ക് സമർപ്പിച്ച സർക്കാർ അത് കൊടുക്കും, ആ സർക്കാർ അത് ഏറ്റെടുക്കും എന്ന് തന്നെ സർക്കാർ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ ഇതിനകത്തൊന്നും ഒരു വിഷയമായിട്ട് ഏറ്റെടുത്തില്ല. പക്ഷെ ഇതൊരു വിഷയമായിട്ട് എടുത്ത് അവിടെ അത്ര പേര് വന്നു, അവിടെ കസേര ഒഴിഞ്ഞു കിടക്കുന്നു, ഇവിടെ കസേര ഒഴിഞ്ഞു കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞു വരുന്നത് വേറെ എന്താ പറയുന്നത്, അത് കൃത്യമായ രാഷ്ട്രീയമാണെന്നാണ് പറയുന്നത്. മാത്രമല്ല ഇപ്പൊ ഇവര് പറയുന്നത് ഞങ്ങൾ ഇതെല്ലാം സംഘടിപ്പിച്ച് ഞങ്ങൾ ഇവിടെ എല്ലാം ഭയങ്കര നിർദ്ദേശങ്ങളൊക്കെ, ഇവരുടെ ഒറ്റ കാര്യം ചെയ്താൽ മതി, ഈ ശബരിമല ദേശീയ തീർത്ഥാടന കേന്ദ്രമായിട്ട് ഒന്ന് പ്രഖ്യാപിച്ചാൽ മതി. എത്ര കാലമായി പറയുന്നു, BJPക്കാരല്ലേ ഭരിക്കുന്നത്, അമ്പലങ്ങളെല്ലാം ഇവരുടെ കയ്യിലെന്നല്ലേ പറയുന്നത്, ഭക്തജനങ്ങളുടെ കസ്റ്റോഡിയൻ ഇവരാണെന്നല്ലേ പറയുന്നത്. ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കാൻ എല്ലാ തരത്തിലും അർഹതപ്പെട്ട സ്ഥലമാണ്. അതാണ് ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് നടപ്പാക്കാത്തത്? അതിനെന്താണ് മടി? അയ്യപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എന്തോ ഇവരുടെ ആളാണെന്നാണ് പറയുന്നത്. അയ്യപ്പൻ ഒരാളുടെ ആളല്ല, അയ്യപ്പൻ തന്നെ. അവിടെ വാവസ്വാമിയെ വേണ്ട, വാ പുര എന്ന് പറഞ്ഞ ഒരു പുര വെക്കാൻ നടന്നവരാ ഇവര്, ഇല്ലേ? എന്നിട്ട് അങ്ങനെ അവിടുത്തെ മതസൗഹാർദ്ദവുമായി ബന്ധപ്പെട്ട് ഇത്രയും ഒരു ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റിയുടെ ഒരു പ്രോട്ടോടൈപ്പാണ് ശബരിമല. ആ ശബരിമലയിൽ വനനിയമങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം നടത്തുന്നുണ്ടോ? പിന്നെ സർക്കാരിന് വരുമാനം കിട്ടുന്നു, GST കിട്ടുന്നുണ്ട്, ബസ്സിൽ പോകുമ്പോൾ GST, അവിടെ സ്ഥാനം വാങ്ങിക്കുമ്പോൾ GST. ഈ GSTയുടെ 50% കൊണ്ടുവന്ന ആരാ? കേന്ദ്ര സർക്കാരിലെ കൊണ്ടുപോകുന്നത്. എന്നിട്ട് അവരെന്താണ് മുടക്കുന്നത്? മുടക്കിയിട്ട് ആ കിട്ടുന്ന എന്തെങ്കിലും ചില്ലറ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇൻസ്ട്രക്ഷൻ എന്തൊക്കെയാ? പാലിക്കാൻ പറ്റാത്ത കുറെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. അവിടെ വന നിയമവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അതെന്തെങ്കിലും ഇതാക്കി കൊടുക്കാൻ കൊടുത്തത്. അത്രയും ആൾക്കാർ വരുന്നിടത്ത് കുറച്ച് സ്ഥലം വരുമ്പോൾ ഭയങ്കര കൺജസ്റ്റഡ് ആകുമ്പോൾ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ ഈ നമ്മുടെ സൗകര്യങ്ങളെ കുറിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതിന് കൂടുതൽ സ്ഥലം കൊടുക്കണം, അത് കൊടുക്കത്തില്ല. അതിന് എല്ലാം പിന്നെ ഒരു ലൈൻ വരച്ച് നൂല് വരച്ച് നിൽക്കും. എന്നിട്ട് തീർത്ഥാടന കേന്ദ്രമാക്കില്ല, എന്തെങ്കിലും പണം കൊടുക്കും, അതില്ല. ഇങ്ങനെയുള്ള ഒരു സാധനവും ചെയ്യാതെ ഇവിടെ വന്നിട്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തുകളും ഞങ്ങൾ ഇങ്ങനെ, നിങ്ങൾ ചെയ്യണമെങ്കിൽ ആദ്യമേ നിങ്ങൾ ഇപ്പൊ ഇവര് പറഞ്ഞെന്താ, ഞങ്ങൾ അമിത്ഷായെ കൊണ്ടുവരും, യോഗി ആദിത്യനാഥിനെ കൊണ്ട്. അവസാനം എന്താ, തമിഴ്നാട്ടിൽ നിന്ന് BJPക്കാർ തന്നെ എടുത്ത് ദൂരെ കളഞ്ഞ മറ്റേ ഏതോ ഒരു നേതാവ്, ഒരു IAS കാരനെയാണ് കൊണ്ടുവന്നത്, അല്ലെ?
എന്നിട്ട് ഇവർ ബദൽ സംഗമം നടത്തിക്കോട്ടെ, ആരാ നടത്തേണ്ടത് അവിടെ നടത്തിക്കൂടി. അവര് ഇതൊന്നും ഉണ്ടാക്കാതെ നിയമപ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരുന്നാൽ മതി. അല്ലാതെ ഭക്തന്മാരുടെ അട്ടിപ്പേർ അവകാശമൊന്നും ഒരു RSSകാരനും ഒരുത്തനും ഇവിടെ എടുത്തു കൊടുത്തിട്ടില്ല. വിശ്വാസി അല്ലാത്ത പിന്നെ നമ്മുടെ പിന്നെ AKGയും P കൃഷ്ണപിള്ളയാണ് ഗുരുവായൂർ അമ്പലത്തിൽ മണിയടിക്കാനും അവിടെ ഗുരുവായൂർ സത്യാഗ്രഹം നടത്തിയത്. പിന്നെ നെഹ്റു വിശ്വാസിയല്ലായിരുന്നു. നെഹ്റു വിശ്വാസിയല്ലാത്ത നെഹ്റുവാണ് പല കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ അതാണ് വിശ്വാസി അല്ല എന്നുള്ളത് വിശ്വാസികളെ മുഴുവൻ ചേർത്ത് നിർത്താത്തത് ഏത് കമ്മ്യൂണിസ്റ്റുകാരനാ? കമ്മ്യൂണിസ്റ്റുകാരന്റെ തട്ടത്തിൽ ജനങ്ങളെ എല്ലാവരും ചേർത്ത് നിർത്തണം. അതിനകത്ത് വിശ്വാസി അവിശ്വാസി ഒന്നുമില്ല. ജനങ്ങളുടെ പ്രശ്നമാണ്, അവരെ വർഗമായി കാണണമെന്നാണ് പറയുന്നത്. അല്ലാതെ വിശ്വാസി വേറെ മറ്റവരെ അവരെയും ചേർത്ത് കിട്ടണം. അവർക്ക് കിട്ടുന്ന ആത്മസംതൃപ്തി അത് അവരെ എടുത്തോട്ടെ, അത് അവരുടെ പേഴ്സണൽ ഐഡന്റിറ്റിയിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെ എല്ലാ കാര്യങ്ങൾ വെച്ചിട്ട് ബേസിക് ആയിട്ട് ഇവർ അവിടെ നിന്നിട്ട് ഈ നാടകം കളിക്കാതെ ആ തീർത്ഥാടന കേന്ദ്രത്തിന്റെ ദേശീയ തീർത്ഥാടന കേന്ദ്രമായിട്ട് ഒന്ന് പ്രഖ്യാപിക്കാൻ ഇവർക്ക് ചങ്കുണ്ടോ? ശങ്കർ വെല്ലുവിളിക്കുന്നു ഈ BJP. നമ്മുടെ സമയം അതിക്രമിക്കുന്നുണ്ട്. ഏതായാലും അങ്ങേക്ക് ദീർഘമായി സമയം കിട്ടി എന്ന് പറയുന്നു. അപ്പോൾ ദീപു, ഇപ്പം ഞാനും ദീപും തമ്മിലൊരു ചെറിയ തർക്കം നടന്നല്ലോ ഈ ടാർഗറ്റ് തേക്കുന്നതിനെ സംബന്ധിച്ചും പോലീസ് ആളുകളെ പിടിക്കുന്നതിനെ സംബന്ധിച്ചും. ഇതേ കമൻറ്റുകൾ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ജോജോ പറയുന്നു, ദീപുവിന് ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലായ്പ്പോഴും ആ ദീപുവിൻ്റെ അഭിപ്രായങ്ങളോട് യോജിപ്പാണ്. പക്ഷേ ടാർഗറ്റ് നിശ്ചയിച്ച് ഫൈൻ കൊള്ളയാണ് റോഡിൽ നടക്കുന്നത് എന്ന് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ ദീപുവിൻ്റെ എങ്ങേയറ്റത്തെ ആരാധകൻ പറയുന്നു ഇത് ടാർഗറ്റ് നിശ്ചയിച്ച് ഫൈൻ കൊള്ള നടത്തുന്നു എന്നാണ്. അപ്പോൾ അതുകൂടാതെ പിന്നെ മറ്റൊരു മോട്ടോർ വെഹിക്കിൾ ആക്ട് ഉണ്ടാക്കിയത് കേന്ദ്രമാണെന്ന് കൃഷ്ണൻകുട്ടി ദീപുവിനെ പിന്തുണച്ച് എത്തിയിട്ടുമുണ്ട്. അപ്പം ജയകുമാർ എന്നോട് പറയുന്നത് നിയമം പാലിച്ച് യാത്ര ചെയ്താലും പിണറായി പോലീസ് ടാർഗറ്റ് തികയ്ക്കാൻ മഹാകൊള്ളയാണ് നടത്തുന്നത് എന്ന് പറയുന്നു. സിജോയ് റാം എന്നൊരു പ്രേക്ഷകൻ, അതായത് ഇതുവരെ എങ്ങനെ പ്രതികരിച്ച് കണ്ടിട്ടില്ല, ഇപ്പോൾ പറയുന്നത് എന്നോട് കോട്ടയാണ് 100%. അപ്പോൾ ഇതൊക്കെ ദീപുവിനെ പിന്നെ വളരെയധികം അംഗീകരിക്കുന്ന ആളുകൾ പറയുന്നതാണ്. അപ്പോൾ ഇത് ദീപുവിൻ്റെ രാഷ്ട്രീയത്തോട് യോജിപ്പുള്ളവരായിരിക്കാം. പക്ഷേ എന്തായാലും ഈ കൊള്ള ശരിയല്ല. ഇത് ആളുകൾ തെറ്റ് ചെയ്യുന്നത് അത് നമുക്ക് അംഗീകരിക്കാം. അവർ അല്ലെങ്കിൽ അമിതമായി വാഹനം അലക്ഷ്യമായി ഓടിക്കുന്നതൊക്കെ മനസ്സിലാക്കാം. ആളില്ലാത്ത സ്ഥലത്തൊരു വാഹനം കൊണ്ടുവച്ചാൽ ഉടനെ അതിൻ്റെ ബാക്കിൽ കൊണ്ടുപോയി ഫോട്ടോ എടുത്തിട്ട് അവിടെ ഗതാഗത പ്രശ്നം സൃഷ്ടിച്ചു എന്ന ഒരു വ്യാജ ഇത് നൽകി പണം പിരിക്കുന്നതിനോട് ഒരു കാലത്ത് എനിക്ക് യോജിക്കാൻ കഴിയില്ല. അത് പോലീസ് അവരങ്ങനെ ദുഷ്ടന്മാരായതുകൊണ്ട് ചെയ്യുന്നതല്ല, അത് അവരെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. അതിൽ